ഹലോ മക്കളെ അഗെയിൻ വെൽക്കം നമ്മുടെ ഫോഴ്സ് ആൻഡ് പ്രഷർ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ സെഷനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ ചാപ്റ്റർ ഫോഴ്സ് ആൻഡ് പ്രഷർ 2 സെഷനായിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഫോഴ്സ് എന്ന സെക്ഷൻ കഴിഞ്ഞിട്ട് നമ്മളിതേ പ്രഷർ എന്ന സെഷനിലോട്ട് വന്നിരിക്കുകയാണ്. ചോദിക്കട്ടെ, ഫോഴ്സ് എന്നുള്ള സെഷൻ എല്ലാവരും കണ്ട് മനസ്സിലാക്കിയോ? ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പവറായിട്ട് പഠിച്ചു എന്ന് ഉറപ്പല്ലേ? എല്ലാ കൺസെപ്റ്റും ക്ലിയർ അല്ലേടാ ഫോഴ്സിൻ്റെ? ഞാൻ ചെറിയൊരു റീക്യാപ്പ് തരാം. നമ്മുടെ ഈ സീരീസിലൊക്കെ ഉള്ള പോലെ ജസ്റ്റ് ഒരു എപ്പിസോഡ് തുടങ്ങുമ്പോൾ പഴയ എപ്പിസോഡിൻ്റെ ഒരു കുഞ്ഞ് റീക്യാപ്പ് ഞാൻ തരാം. എന്താടാ നമ്മൾ ഫോഴ്സിൽ പഠിച്ചത്? ഫസ്റ്റ് നമ്മൾ പഠിച്ചു ഫോഴ്സിൻ്റെ ഡെഫിനിഷൻ പഠിച്ചു. ഫോഴ്സ് ഈസ് എ പുൾ ഓർ പുഷ് ഓർ കോമ്പിനേഷൻ ഓഫ് ബോത്ത്. പുള്ള് അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് ബോത്ത് വിത്ത് ചേഞ്ചസ് ഓർ ടെൻസ് ടു ചേഞ്ച് ദ പൊസിഷൻ, ഷേപ്പ് ആൻഡ് സൈസ് ഓഫ് ദ ബോഡി. ശരിയല്ലേ? അത് പഠിച്ചു. അതിനുശേഷം നമ്മൾ എക്സ്പ്ലോറിംഗ് ഫോഴ്സസ് പഠിച്ചല്ലേ? എക്സ്പ്ലോറിംഗ് ഫോഴ്സ് എന്താ പഠിച്ചേ? ഇഫ് ടു ഫോഴ്സസ് ആർ ആക്ടിങ് ഇൻ സെയിം ഡയറക്ഷൻ, ആണെങ്കിൽ നമ്മളത് ആഡ് ചെയ്യും. ഇഫ് ടു ഫോഴ്സസ് ആർ ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുകയാണെങ്കിൽ, അതോ ഇഫ് ടു ഫോഴ്സസ് ആർ ആക്ടിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വി സബ്ട്രാക്ട്. ആൻഡ് ദ തേർഡ് വൺ ഈസ് ഇഫ് ടു ഫോഴ്സസ് ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. ഈക്വലും ഓപ്പോസിറ്റുമാണെങ്കിൽ അവിടെ നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. അതിനുശേഷം നമ്മൾ പഠിച്ച ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൺസെപ്റ്റ് ആ ചാപ്റ്ററിലെ ടൈപ്സ് ഓഫ് ഫോഴ്സസ് ആണ്. ദർ ആർ 2 types of forces. One is contact forces and the second one is non-contact forces. Again, contact forces are classified into 3: muscular force, frictional force, air resistance. എല്ലാം അറിയാലോ, സെറ്റല്ലേ? അത് 3ഉം നമ്മൾ പഠിച്ചു. അതിനുശേഷം we move on to non-contact force. Again, there are 3 types of non-contact force. ഏതൊക്കെയാ? പറഞ്ഞേ ഏതൊക്കെയാ? അതന്നെ പറ. ഏതാ നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് വെച്ചാൽ കോണ്ടാക്ട് 2 ബോഡീസ് ഫിസിക്കൽ കോണ്ടാക്റ്റിൽ ഇല്ലാത്ത സമയത്തുള്ള ഫോഴ്സ് ആക്ടിങ് വെൻ 2 ബോഡീസ് ആർ നോട്ട് ഇൻ ഫിസിക്കൽ കോണ്ടാക്ട്. ശരിയല്ലേ? ടൈപ്സ് ഓഫ് നോൺ കോണ്ടാക്ട് ഫോഴ്സസ് ആണ് മാഗ്നറ്റിക് ഫോഴ്സ്. ഫസ്റ്റ് വൺ ഈസ് മാഗ്നറ്റിക് ഫോഴ്സ്, സെക്കൻഡ് വൺ ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. സെറ്റല്ലേ? അതിനുശേഷം നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് ആയിരുന്നു ബാലൻസ്ഡ് ആൻഡ് അൺബാലൻസ്ഡ് ഫോഴ്സ്. അതിൻ്റെ കൺസെപ്റ്റും എൻ്റെ മക്കൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിച്ചു, മനസ്സിലാക്കി, പവറായി. ഫോഴ്സ് എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും മറക്കാത്ത രീതിയിൽ നിങ്ങൾ പഠിപ്പിച്ചില്ലേടാ. അടുത്തത് നമ്മൾ കടക്കാൻ പോകുന്നു പ്രഷർ എന്നുള്ള സെഷനിലോട്ടാണ് കടക്കാൻ പോകുന്നത്. ഇനിയുള്ള ഈ ഒരു സെഷൻ നിങ്ങൾ സീരിയസ് ആയിട്ട് എനിക്ക് ഈ ഒരു ടൈം നിങ്ങൾ തന്നാൽ ഇവിടുന്ന് പോകുമ്പോൾ പ്രഷർ എന്നുള്ള കൺസെപ്റ്റ് ഇനി ഒരിക്കലും മറക്കാത്ത രീതിയിൽ കൺസെപ്റ്റ് നമ്മൾ പഠിക്കും. ഹയർ ക്ലാസ്സസിലോട്ട് എന്തായാലും പ്രഷറിൻ്റെ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് നമ്മൾ ചെയ്യും. അതിനെല്ലാം വേണ്ട ബേസിക് എന്താണ് പ്രഷറിൻ്റെ യൂണിറ്റ് എന്താണ്, പ്രഷർ എക്സേർട്ടഡ് ബൈ ലിക്വിഡ്സ്, ഗ്യാസസ്, അതുപോലത്തെയുള്ള ബേസിക് ടോപ്പിക്ക് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ ഈ സെഷനിൽ പഠിക്കും. സോ എൻ്റെ കൂടെ ഈ സെഷൻ സീരിയസ് ആയിട്ട് പഠിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പ്രഷർ എന്നതിൽ നിന്ന് ഒരു ഡൗട്ടില്ലാതെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രഷർ തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു ആക്ടിവിറ്റിയിലൂടെ, കാരണം സയൻസ് എന്ന് പറഞ്ഞാൽ പല ചോദ്യങ്ങളിലൂടെയാണ് സയൻസിൻ്റെ ഓരോ സ്റ്റഡീസ് വരുന്നത്. അത്തരത്തിൽ നിങ്ങളോട് ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ, അല്ലെങ്കിൽ ഒരു ഇൻസിഡൻറ്റിൻ്റെ റീസൺ ഞാൻ ചോദിക്കട്ടെ. നമ്മളൊരു എക്സ്പീരിമെൻ്റ് അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ പോവുകയാണ്. എല്ലാവരുടെ കയ്യിലും ഇപ്പോൾ ഒരു പെന്നും പെൻസിലും പേനയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. ഒരു പേനയുണ്ട് എന്ന് വിചാരിക്കുക. പേനയും പെൻസിലും ഇല്ലാതെ ചുമ്മാ സിനിമ കാണുന്നത് പോലെ പോപ്കോണും തിന്നുകൊണ്ടാണ് അവിടെ ക്ലാസ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഓടിപ്പോയി ഒരു കുഞ്ഞു നോട്ട്ബുക്കും പേനയും എടുത്ത് കയ്യിൽ വെക്കൂ. കാരണം സാറ് ഈ സ്ലൈഡിൽ ഒരുപാട് റൈറ്റിങ്സ് ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാരണം റൈറ്റിങ്സ് കാണുമ്പോഴേ നമ്മുടെ മൈൻഡ് ഔട്ടാവും. കുറേ എഴുത്ത് കാണുമ്പോഴേ നമ്മുടെ മൈൻഡ് പോകും. സോ
മെയിനായിട്ടുള്ള പിക്ചോറൽ റെപ്രസെൻറ്റേഷനും ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷനും മാത്രമേ സ്ലൈഡിൽ ഇൻക്ലൂഡ് ഉള്ളൂ. അല്ലാതെ ഞാൻ പറയുന്ന ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ എൻ്റെ റൈറ്റിങ്സൊക്കെ നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതിയെടുത്താൽ വളരെ ഉപകാരമായിരിക്കും ഇവിടെ, വളരെ ഉപകാരമായിരിക്കും. സോ അത്തരത്തിൽ പേനയും പെൻസിലും ഇല്ലാത്ത ഒരുത്തനും ഇവിടെ ഉണ്ടാകരുത്. എടുത്തോ പേനയും പെൻസിലും. അതിൽ ഈ പേന കൈപ്പിടിയടാ, ഈ പേന കൈപ്പിടി. എന്നിട്ട് ഞാൻ ചെയ്യുന്ന ഒരു ഡെമോൺസ്ട്രേഷൻ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കടാ. ഞാൻ ഈ 2 ഫിംഗേഴ്സിൻ്റെ ഇടയിൽ, എൻ്റെ തം ഫിംഗറിൻ്റെയും എൻ്റെ പോയിൻറ്റ് ഫിംഗറിൻ്റെയും ഇടയിൽ ഐ ജസ്റ്റ് ഹോൾഡ് എ പെൻ ലൈക്ക് ദിസ്. ആൻഡ് ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു സൈഡിൽ നിന്നും ഈ ഒരു സൈഡിൽ നിന്നും ഞാൻ ഈക്വൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ഈ തമ്പ് അങ്ങോട്ടും പ്രസ് ചെയ്യുന്നു, ഈ പോയിൻറ്റ് ഫിംഗർ ഇങ്ങോട്ടും പ്രസ് ചെയ്യുന്നു. ഈക്വൽ അളവിലൊന്ന് പ്രസ് ചെയ്ത് നോക്കിയേടാ. സാർ പറ്റുന്നില്ല സാർ, കുഞ്ഞു കൈയാണ് സാർ, പേന കയറുന്നില്ല സാർ, വെക്കാൻ പറ്റുന്നില്ല സാർ. അതിനുവേണ്ടി എന്ത് ചെയ്യണം? വലിയ പെൻസിലാണെങ്കിൽ ഒടിച്ച് വെക്കണം. അങ്ങനെ ചെയ്യുവോടാ? അങ്ങനെ ചെയ്യല്ലേടാ, പ്ലീസ് അങ്ങനെ ചെയ്യല്ലേടാ, എന്നെ ഇടി വാങ്ങിച്ച് തരല്ലേടാ. നിങ്ങളിതേ ഇങ്ങനെ പിടിയടാ, നിങ്ങളിതേ ഇങ്ങനെ പിടിയടാ. ഇങ്ങനെ പിടിച്ചിട്ട് നിങ്ങൾ ഈ സൈഡിൽ നിന്നും ഈ സൈഡിൽ നിന്നും ഒരേ ഫോഴ്സ് കൂടടാ. എനിക്ക് ഇവിടെ വേദനിക്കുന്നുണ്ടടാ. എനിക്ക് ഈ ഒരു പോയിന്റിൽ, അതായത് പെന്നിൻ്റെ നിബുള്ള പോയിന്റിൽ എനിക്ക് പെയിൻ അനുഭവപ്പെടുന്നുണ്ടടാ. കാരണം ഇവിടെ ഡിപ്രഷൻ എന്ന് വെച്ചാൽ എന്താ? യു ഹാവ് ഒബ്സർവ്ഡ് ദാറ്റ് ഒരു കുഞ്ഞ് ഡിപ്രഷൻ ഉണ്ടായില്ല 2 കയ്യിലും. ഈ കയ്യിൽ ഡിപ്രഷനേക്കാൾ കൂടുതൽ ഡെപ്തിൽ ഈ കയ്യിലല്ലേടാ വന്നത്. കാരണം എന്താണ്? അതാണ് എൻ്റെ ചോദ്യം. എന്തുകൊണ്ട്? സയൻസിൻ്റെ ചോദ്യം. ഇതെന്താ കാരണം? ഫോഴ്സാണോ പ്രഷറാണോ ഇതിൻ്റെ കാരണം? ഞാൻ പറഞ്ഞ ഫസ്റ്റ് കാര്യം ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെയാണോ നിങ്ങൾ ചെയ്തേന്ന് നോക്കിയേ. പെന്ന് ഹോൾഡ് ചെയ്യുക, പെൻസിൽ ഹോൾഡ് ചെയ്യുന്നു. പോയിൻറ്റ് ഫിംഗറിലോട്ട് നിബിൻ്റെ സൈഡും തമ്പിൽ ബാക്കി അറ്റത്തുള്ള റൗണ്ട് സൈഡും. സോ ഐ ആം അപ്ലൈങ് എ ഫോഴ്സ് ലൈക്ക് ദിസ് ആൻഡ് ഐ ജസ്റ്റ് ഫൗണ്ട് ദാറ്റ് more depression on the point finger when compared to the depression occurs in the thumb finger. അല്ലേടാ, ഇതിനെന്താടാ കാരണം എന്താടാ? പോയിൻറ്റഡ് സൈഡിൽ കൂടുതൽ ഡിപ്രഷൻ വരാനും മറ്റേ ഓപ്പോസിറ്റ് സൈഡിൽ ലെസ് ഡിപ്രഷൻ വരാനും എന്താടാ കാരണം? എന്തുകൊണ്ട്? ഇതിനുള്ള അടുത്ത സിറ്റുവേഷൻ, വീണ്ടും വെക്കേഷനൊക്കെ അല്ലേടാ, എല്ലാവരും കറങ്ങാനൊക്കെ പോയി കാണുമല്ലോ. സപ്പോസ് നിങ്ങളൊരു ബീച്ചിലാണെന്ന് വിചാരിക്കടാ. എന്താടാ ബീച്ചിലെ സാൻഡിൻ്റെ സ്പെഷ്യാലിറ്റി എന്താടാ? നമ്മൾ നോർമലി റോഡിലൂടെ പോകുമ്പോഴുള്ള സാൻഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആണോ ബീച്ചിലുള്ള സാൻഡിൻ്റെ അവസ്ഥ? അല്ല സാർ, നടന്നു പോകുമ്പോൾ നമ്മുടെ കാലുകൾ ഡെപ്തിലോട്ട് പോകും, അല്ലെങ്കിൽ ഡീപ്പിലോട്ട് പോകും. ശരിയല്ലേ? എന്നാൽ ഞാൻ പറയട്ടെ, നിങ്ങൾ 2 സിറ്റുവേഷൻ അനലൈസ് ചെയ്യൂ. നിങ്ങളല്ലെങ്കിൽ മനസ്സിലൊന്ന് വിഷ്വലൈസ് ചെയ്തേ. ഫസ്റ്റ് വൺ, യു ആർ സ്റ്റാൻഡിങ് ഓൺ ദ ബീച്ച് ലൈക്ക് ദിസ്. നിങ്ങൾ നേരെ സ്റ്റഡി ആയിട്ട് നിങ്ങൾ ബീച്ചിലെ സാൻഡിൽ ഇങ്ങനെ നിൽക്കുകയാണ്. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ കാല് കുറച്ച് ഡെപ്തിലോട്ട് താഴ്ന്നു പോകില്ലേ? ഇതേ നിങ്ങൾ തന്നെ ഒരു ബീച്ചിൽ നേരെ അങ്ങോട്ട് കടക്കുകയാണ്. യു ആർ ലൈയിങ് ഓൺ ദ സാൻഡ് ബെഡ് ഇൻ എ ബീച്ച്. ആ സമയത്തും നിങ്ങളുടെ ബോഡി കുറച്ച് ഡെപ്തിലോട്ട് താഴ്ന്നു പോകും. ശരിയല്ലേ? സോ മൈ ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് ഇൻ ദീസ് 2 situation, one situation is you are standing like this and the next situation is you are lying on the beach. ഏതിലായിരിക്കുമെടാ കൂടുതൽ ഡെപ്തിലോട്ട് നിങ്ങൾ താഴ്ന്നു പോകുന്നത്? നേരെ നിൽക്കുന്ന സമയത്താണോ? ലൈയിങ് ഓൺ ദ നിങ്ങൾ കടന്നുകൊണ്ടിരിക്കുമ്പോഴാണോ കൂടുതൽ ഡെപ്തിൽ നിങ്ങൾ താഴ്ന്നു പോകാനുള്ള ചാൻസ് എവിടെയാടാ? സിറ്റുവേഷൻ സാറ് ഒന്നുകൂടെ കാണിച്ചു തരാം. കിടക്കുന്നു ബീച്ചിൽ നിങ്ങൾ. ദിസ് ഈസ് ദ ഫസ്റ്റ് കണ്ടീഷൻ. യു ആർ സ്റ്റാൻഡിങ് ഓൺ ദ ബീച്ച് ആൻഡ് ദ നെക്സ്റ്റ് കണ്ട് ചിരിച്ചുകൊണ്ട് മുകളിലോട്ട് നോക്കി സൺബാത്തൊക്കെ ചെയ്ത് കിടക്കുന്ന ഒരു ചേട്ടൻ. ഈ ചേട്ടൻ കടക്കുന്നു, ഈ ചേട്ടൻ നിൽക്കുന്നു. രണ്ടും ഒരാളാണെന്ന് വിചാരിക്കടാ. ഇതിൽ എപ്പോഴാടാ കൂടുതൽ ഡിപ്രഷൻ അല്ലെ കൂടുതൽ താഴ്ത്തോട്ട്? ഇവിടെയല്ലേ ഇദ്ദേഹം നേരെ വെൻ വി സ്റ്റാൻഡ് ഇറക്റ്റ് ദ ഡെപ്ത് ഓഫ് അവർ ഫീറ്റ് ഈസ് മോർ വെൻ
കമ്പയർ ടു വെൻ വി ലൈ ഓൺ ദ സാൻഡ്. ശരിയല്ലേ? നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മുടെ ഡിപ്രഷൻ ഡെപ്ത് കുറവാണ്. എന്നാൽ നേരെ നിൽക്കുന്ന സമയത്ത് കുറച്ചുകൂടി ലിറ്റിൽ മോർ ഡെപ്തിലോട്ട് മൈ ഫീറ്റ് ഈസ് ഗോയിങ് ഡൗൺ. ശരിയല്ലേ? വീണ്ടും എന്തുകൊണ്ട് പ്രഷറാണോ ഫോഴ്സാണോ ആരാണ് കാരണമെന്ന് നമ്മൾ ഉടനെ പഠിക്കും. തോട്ട്സ്, ചിന്ത, മനസ്സിലേക്ക് അതിൻ്റെ ഉത്തരങ്ങൾ വരട്ടെ, സിറ്റുവേഷൻ ഞാൻ തരട്ടെ. അടുത്തത് നിങ്ങളെല്ലാവരും അല്ലെങ്കിൽ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള ഒരു സംഭവമാണ് നെയിൽസ്. അതായത് ആണി. എല്ലാവരുടെയും വീട്ടിൽ ഉറപ്പായിട്ടും എന്തെങ്കിലും ക്ലോക്ക് തൂക്കാനോ പിക്ചർ ഹാങ് ചെയ്യാനോ വി ഓൾവേസ് നെയിൽസ് ടു ദ വാൾ. റെഡിയല്ലേ? നിങ്ങൾ നോർമലി ഇങ്ങനെയല്ലേടാ നമ്മൾ ഒരു നെയിലിനെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന ഹാമർ ചെയ്യുന്നു. റൗണ്ട് ഭാഗത്ത് നമ്മൾ ഹാമർ ഫോഴ്സ് കൊടുക്കുന്നു, താഴ്ഭാഗം പോയിന്റഡ് ആയിരിക്കും. ശരിയല്ലേ? എന്നാൽ എനിക്കൊരു സംശയം. ഇഫ് ഐ പ്ലേസ് ദ നെയിൽ ഇൻവേർട്ടഡ് just like the pointed surface coming upwards, അങ്ങനെയാണെങ്കിലോ എന്ത് സംഭവിക്കും? ദേ ഇൻസ്റ്റെഡ് ഓഫ് പ്ലേസിങ് ദ നെയിൽ ലൈക്ക് ദിസ്, ഇങ്ങനെയാണ് നെയിൽ ഉണ്ടാവുക. ഇതിന് പകരം ഇൻസ്റ്റെഡ് ഓഫ് പ്ലേസിങ് ദ നെയിൽ ലൈക്ക് ഞാൻ ഇവിടെ അല്ലേടാ ഹാമർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എൻ്റെ നെയിൽ ഞാൻ ഇങ്ങനെ വെച്ചു എന്ന് വിചാരിക്കടാ. ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു സർഫസിൽ വാട്ട് if I apply a force with hammer? What if I apply a force like this to this pointed surface rather than the round surface? റൗണ്ട് സർഫസിനേക്കാൾ ഞാൻ പോയിൻറ്റഡ് സർഫസിലാണ് ഫോഴ്സ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ആ നെയിൽ വളരെ ഈസി ആയിട്ട് ആ വുഡിൽ കയറി പോകുമോ? ഇല്ല സർ, ഇയാൾ എന്തൊക്കെയാണ് മണ്ടത്തരങ്ങളാണ് ചോദിക്കുന്നത്. ആരെങ്കിലും നെയിൽ ഓപ്പോസിറ്റ് സൈഡിൽ ഫോഴ്സ് കൊടുക്കുമോ? പോയിൻറ്റഡ് സർഫസ് എപ്പോഴും അകത്തോട്ടും ഫോഴ്സ് കൊടുക്കേണ്ടത് സർക്കുലർ സർഫസിലും അല്ലേ? ആരെങ്കിലും ഓപ്പോസിറ്റ് ചെയ്യുമോ? ഞാൻ ചോദിക്കട്ടെ, ചെയ്താൽ if I am doing like that, will the nail go inside the wall very easily or not? Definitely the answer will be no, but I need an explanation why nails are not going easier to the wall when we apply force on the pointed side. Right. അതിനുത്തരവും വേണം. വീണ്ടും എന്തുകൊണ്ട്? വൈ ഇതിനൊക്കെ നമുക്ക് കാരണങ്ങൾ വേണം. വീണ്ടും നെയിലിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നത്. നിങ്ങളെല്ലാവരും പ്ലാനറ്റോറിയംസ് ഒക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ടോടാ? ഈ സയൻസിൻ്റെ എക്സിബിഷനൊക്കെ കണ്ടിട്ടുണ്ടോടാ? ഞാൻ എപ്പോഴും കോഴിക്കോട്ട് മക്കളൊക്കെ കോഴിക്കോടാണ് ഞാൻ പോയിട്ടുള്ളത്. ഞാൻ പോയൊരു പ്ലാനറ്റോറിയത്തിൽ ഞാനൊരു കാഴ്ച കണ്ടിട്ടുണ്ടടാ. അവിടെ ഒരു ബെഡ് ഉണ്ടായിരുന്നു. ഒരു ബെഡ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ സ്പ്രിങ് ഉള്ള കുതിച്ച് ചാടുന്ന ബെഡല്ലടാ. ആ ബെഡിൽ നിറയെ നെയിൽസ് ആയിരുന്നു. ദ ബെഡ് ഈസ് ഫിൽഡ് വിത്ത് നെയിൽസ് വിത്ത് പോയിൻറ്റഡ് സർഫസ് ഗോയിങ് അപ്വേർഡ്സ്. പോയിൻറ്റഡ് സർഫസ് മുകളിലോട്ടായിട്ട് നിൽക്കുന്ന ഒരു നെയിലിൻ്റെ ബെഡടാ. ഞാൻ പേടിച്ചു പോയി. ഞാൻ വിചാരിച്ചു വല്ല പണിഷ്മെൻ്റ് ആയിട്ടോ അങ്ങനെ വല്ലതും ചെയ്യാൻ വേണ്ടി. കാരണം അതിൽ കിടന്നാൽ ഉറപ്പായിട്ടും എന്തു പറ്റും? ഇഞ്ചേർഡ് ആവുമെന്നാണ് ഞാൻ കരുതിയത്. കാരണം പോയിൻറ്റഡ് സർഫസിൽ നമ്മളെങ്ങാൻ പോയി കടന്നാൽ എന്ത് പറ്റുമടാ? യെസ് സർ, നമ്മുടെ സ്കിന്ന് കീറും, ഇഞ്ചുറി വരും, ബ്ലഡ് പുറത്ത് വരും. ഇതൊക്കെ വിചാരിച്ചു കൊണ്ടിരുന്നു. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ മക്കൾ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടാൽ നിങ്ങൾ കിടക്കുമോ? നിങ്ങൾ അങ്ങനെ ഒരു ബെഡിൽ കിടക്കുമോ? വീണ്ടും ഇയാൾ എന്തൊക്കെയോ മണ്ടത്തരങ്ങൾ ചോദിക്കുന്നു. നെയിലിനെ ഓപ്പോസിറ്റ് വെച്ചാൽ കയറുമോ? അതുപോലെ നെയിൽ ബെഡിൽ കിടക്കുമോ എന്നെല്ലാം. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഭയന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കതിൽ പേടിയാണെങ്കിൽ ഒരു കാഴ്ച കാണിച്ചു തരാം. നിങ്ങളെക്കാൾ ഒരു കുഞ്ഞു മനുഷ്യൻ്റെ ചിരിച്ചുകൊണ്ട് നെയിലിൻ്റെ ബെഡിൽ വളരെ ഹാപ്പി
ഹാപ്പി ആയിട്ട് കിടക്കുന്നത് കണ്ടോ, വളരെ ഹാപ്പി ആയിട്ട് കിടക്കുന്നത് കണ്ടോ. എന്തുകൊണ്ടാടാ ഇവിടെയൊന്നും ഈ കുട്ടിക്ക് ഇവിടെയൊന്നും ഇഞ്ചുറി പറ്റാത്തത്? എന്തുകൊണ്ട്? സോ ഇതിനെല്ലാത്തിനും നമുക്ക് ഇനിയും ആൻസർ വേണം. ദേ ഈ ഒരു കാഴ്ചയും കണ്ടിട്ടുണ്ടാകും. നോർമലി വി യൂസ് ടു സീ പോർട്ടേഴ്സ് ഇൻ എയർപോർട്ട്സ് ഓർ റെയിൽവേ സ്റ്റേഷൻ, ശരിയല്ലേ? നമ്മുടെ ഒരുപാട് ലോഡ്സ് ഒക്കെ വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള നമ്മൾ പേഴ്സൺസ് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വരും. അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് ദേ നോക്കിയേ ഈ ഒരു ലോഡിൻ്റെയും ഇദ്ദേഹത്തിൻ്റെ ഹെഡിൻ്റെയും ബിറ്റ്വീൻ ഹീ ഈസ് പ്ലേസിങ് എ ക്ലോത്ത്. എന്തിനാണ് അങ്ങനെ ഒരു ക്ലോത്ത് അദ്ദേഹം ആ ഒരു ലോഡിൻ്റെയും വൈ ഹീ ഈസ് പ്ലേസിങ് എ ക്ലോത്ത് ഇൻ ബിറ്റ്വീൻ ഹിസ് ഹെഡ് ആൻഡ് ദ ലോഡ്സ്? വീണ്ടും എന്തുകൊണ്ട് സാർ? എളുപ്പമല്ലേ സാർ? ഇദ്ദേഹം ചുമപ്പ് ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. ഹീ ഈസ് വെയറിങ് എ റെഡ് ഷർട്ട്. സോ ഇൻ order to match it, he is wearing a red cloth here. So സ്റ്റൈലിന് വേണ്ടിയാണോടാ? സ്റ്റൈലിന് വേണ്ടി കാണുമ്പോൾ പവർ സ്റ്റൈലിന് വേണ്ടി ബാൻഡൊക്കെ ഇടുന്നത് പോലെയാണോടാ ഇവർ അവിടെ ഒരു ക്ലോത്ത് വെക്കുന്നത്? അല്ലടാ, സ്റ്റൈലിന് വേണ്ടി അല്ലടാ. വീണ്ടും ഈ ചോദ്യത്തിന് ഉത്തരം തന്നേ പറ്റൂ. എന്തുകൊണ്ട്? സോ ഇത്രയും സിനാരിയോസ് നമ്മൾ ഡെയിലി ലൈഫിൽ, ഞാൻ പറഞ്ഞില്ലേടാ, നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്ന എല്ലാത്തിനുള്ള ഉത്തരവും നമ്മുടെ സയൻസുകാരുടെ കയ്യിലുണ്ട്. ഇങ്ങനെയാണ് ഓരോ കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് പറ്റുന്നത്. സോ ഇവിടുന്ന് ഞാൻ കടക്കുന്നു നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് പാർട്ടായ പ്രഷറിലോട്ട്. ആദ്യം നിങ്ങളിതൊന്നും വിചാരിക്കേണ്ട, നിങ്ങൾ ഒന്നും കാണണ്ട, നിങ്ങൾ ഡെഫിനേഷനും വായിക്കേണ്ട, ഒന്നും വായിക്കേണ്ട. ആദ്യം നിങ്ങൾ ഒന്നും വായിക്കരുത്. എന്താണ് പ്രഷർ? ഒരു ഫോഴ്സിൻ്റെ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ എത്രത്തോളം ശക്തിയുണ്ട്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ എത്രമാത്രം ആ ഫോഴ്സ് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്, അതിന് ഉത്തരമാണ് പ്രഷർ. എന്താ പ്രഷർ എന്ന് വെച്ചാൽ? ദ ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ. ഒരു ഏരിയയിൽ പ്രഷറിന്, ഒരു ഫോഴ്സിന് എത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ട്, എത്രമാത്രം ഫോഴ്സ് ഒരു ഏരിയയിൽ ഉണ്ടാകുന്നുണ്ട്, അതിൻ്റെ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർമെൻ്റാണ് പ്രഷർ എന്ന് വെച്ചാൽ. മനസ്സിലായോടാ? സോ ഡെഫിനിഷൻ ഇനി നോക്കിക്കോ. ദ ത്രസ്റ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ യൂണിറ്റ് ഏരിയ ഓഫ് എ സർഫസ്. വീണ്ടും പ്രശ്നം. എന്താണ് സാർ? ഇദ്ദേഹത്തെ കണ്ടിട്ടില്ലല്ലോ. ഫോഴ്സ് ആണെങ്കിൽ ഓക്കെ സാർ, ഒരു ഏരിയയിൽ ഉണ്ടാകുന്ന ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ് പ്രഷർ. ഞങ്ങൾക്ക് ഡെഫിനിഷനും ഇക്വേഷനും മനസ്സിലായി. പക്ഷേ എന്താണ് ത്രസ്റ്റ് ഫോഴ്സ് എന്ന് മനസ്സിലായില്ല സാർ. എൻ്റെ മക്കൾ, അതായത് ഇവിടുത്തെ മക്കൾ എപ്പോഴും ഒരു സ്റ്റെപ്പ് അഡ്വാൻസിൽ നമ്മൾ പഠിച്ചിരിക്കും എന്താണ് ത്രസ്റ്റ് എന്ന്. ഐ ആം ഗോയിങ് ടു എക്സ്പ്ലെയിൻ വാട്ട് ഈസ് ത്രസ്റ്റ് ഫോഴ്സ്. വീണ്ടും ഒരു എക്സാമ്പിൾ കാണിക്കാം. ഞാനൊരു വാൾ, ഇതാണ് ഒരു വാൾ, ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു വാളാണ്. ഞാൻ ഇതിൽ ഒരു ഫോഴ്സ്, ഐ എം ഗോയിങ് ടു അപ്ലൈ എ ഫോഴ്സ് ഓൺ ദിസ് വാൾ. സോ ഐ ആം അപ്ലൈയിങ് മൈ ഫോഴ്സ് ലൈക്ക് ദിസ്. സി, ഞാൻ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു ഈ ഒരു വാളിൽ. ഇതൊരു വാളാണ്. ജസ്റ്റ് consider this is a wall and this is the applied force on the wall. Again on the same wall I am applying a force in an angle. Here it is straight and here it is applied in an angle, in a particular angle. So in these two situations I can say that this force is called thrust force. So the definition of thrust force is nothing but the perpendicular force or the normal force acting on an area is called as thrust force. കിട്ടിയോടാ? എന്താണ് ഡെഫിനിഷൻ? ത്രസ്റ്റ് ഫോഴ്സിൻ്റെ ഡെഫിനിഷൻ എന്താണ്? ത്രസ്റ്റ് ഫോഴ്സിൻ്റെ ഡെഫിനിഷൻ, നോർമൽ ഫോഴ്സ്, ഇറ്റ് ഈസ് എ
normal force acting on an area. Normal force acting on an ഏരിയ. ഒരു ഏരിയയിൽ ആക്ട് ചെയ്യുന്ന നോർമൽ ഫോഴ്സ് എടാ. നോർമൽ ഫോഴ്സ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ഫോഴ്സ്. നോക്കിയടാ, ഈ ഒരു വാളും ദ ആംഗിൾ ബിറ്റ്വീൻ ദ വാൾ ആൻഡ് ദ അപ്ലൈഡ് ഫോഴ്സ് ഈസ് 90 ഡിഗ്രി. ദ 90 ഡിഗ്രി. സോ ദ പെർപെൻഡിക്കുലർ ഫോഴ്സ്. നമ്മൾ പല ടൈപ്പിൽ ഈ ഒരു ഫോഴ്സിനെ എനിക്ക് പല ആംഗിളിലും ചെയ്യാം. എന്നാൽ ഈ ഒരു ആംഗിൾ 90 ഡിഗ്രിയിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യും, അതും ഫോഴ്സ് തന്നെയാണ്. ബട്ട് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ത്രസ്റ്റ് ഫോഴ്സ്. സോ എൻ്റെ മക്കൾക്ക് കിട്ടിയോ? പ്രഷർ. വെൻ വി കൺസിഡർ pressure, we again take the force of thrust force. We are only taking thrust force acting on the area. നമ്മളെപ്പോഴും ഒരു ഫോഴ്സിൻ്റെ പെർപെൻഡിക്കുലർ കമ്പോണൻ്റ് ആണ്, അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഫോഴ്സാണ് പ്രഷർ കാണാൻ വേണ്ടി നമ്മൾ എടുക്കുന്നത്. സോ ദ ഡെഫിനിഷൻ ഓഫ് പ്രഷർ ഈസ് ത്രസ്റ്റ് ഫോഴ്സ്. നിങ്ങൾ നോർമലി ഇനിയിപ്പോൾ ഫോഴ്സ് ആക്ടിങ് എന്ന് പഠിച്ചാലും മതി, പക്ഷേ ഒരു സ്റ്റെപ്പ് എപ്പോഴും എടുത്ത് വെക്കട. നെക്സ്റ്റ് ക്ലാസ്സിൽ ത്രസ്റ്റ് കാണുമ്പോൾ, ഉയർന്ന ക്ലാസ്സുകളിൽ ത്രസ്റ്റ് കാണുമ്പോൾ എൻ്റെ മക്കൾ പറയും അതൊരു നോർമൽ ഫോഴ്സാണ് സാർ. അതുകൊണ്ട് തന്നെ പ്രഷർ എന്ന് പറഞ്ഞാൽ സയൻറ്റിഫിക് ടെക്നിക്കലി ഒരു നല്ല ക്വാളിറ്റി ആൻസർ ത്രസ്റ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ യൂണിറ്റ് ഏരിയ തന്നെയാണ്. ഇതേ നോക്കിയേ, ഒരു ഏരിയ, ഒരു ഫുൾ ഏരിയ അല്ലെങ്കിൽ ഒരു വാൾ കൺസിഡർ ചെയ്യുക. സോ ഇൻ ഹൗ മച്ച് ഏരിയ ഈസ് ഐ ആം അപ്ലൈയിങ് ദ ഫോഴ്സ് ഇയർ. ഞാൻ എത്ര ഏരിയയിലാണ് ഈ ഒരു ബ്ലോക്കിൻ്റെ ഫോഴ്സ് കൊടുക്കുന്നത്? ദേ നോക്കിക്കേ, ഈ ഒരു ഏരിയ കണ്ടോ? ഈ ഒരു ഏരിയ, ഇതേ ഏരിയ ആയിരിക്കില്ലേ ഇതിന് ഇവിടെയും ഉണ്ടാകുക. അതേ ഏരിയയിൽ തന്നെയല്ലേ ഈ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ദ പ്രഷർ ആക്ടിങ് ഓൺ ദിസ് സർഫസ്? മനസ്സിലായോ? ദ ഫോഴ്സ് എവിടെ? ഫോഴ്സ് ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എത്രയായിരിക്കും? അതാണ് പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് അപ്പോൺ ഏരിയ, F/A. എഗെയിൻ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നോക്കരുത്, എന്നാലും ഞാൻ ചോദിക്കട്ടെ, എങ്ങനെ പറയും ഒരു ഡയമെൻഷൻ അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റി കണ്ടാൽ അത് പ്രഷറാണെന്ന് എങ്ങനെ മനസ്സിലാക്കും നമ്മൾ? ഹൗ ഡു വി ഐഡൻറ്റിഫൈ എ ക്വാണ്ടിറ്റി ആസ് പ്രഷർ? നമുക്ക് യൂണിറ്റ് വേണം, പ്രഷറിന് യൂണിറ്റ് വേണം. എന്തായിരുന്നടാ പ്രഷർ? ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്തായിരുന്നടാ? ഫോഴ്സിൻ്റെ യൂണിറ്റ് നമ്മളെല്ലാവരും പഠിച്ച്. ഇക്വേഷൻ ഓർമ്മയുണ്ടാടാ? പറ കേൾക്കട്ടെ. ഫോഴ്സിന് ഇക്വേഷൻ എന്താടാ? ഫോഴ്സിൻ്റെ ഇക്വേഷൻ സാറ് വെടിപ്പായിട്ട് അടിപൊളിയായിട്ട് ഫസ്റ്റ് ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്. എന്താ ഫോഴ്സിൻ്റെ ഇക്വേഷൻ? പറ. കുറച്ച് പേർ പറയുന്നുണ്ട്. F ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. F ഈസ് ഈക്വൽ ടു എന്താ? ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി, കോഡാണ്. ഒരു ആട് ഗോട്ട് എങ്ങനെയൊക്കെ അറിയാം? എന്നല്ലേ? F ഈസ് ഈക്വൽ ടു ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി, മറന്നു പോകത്തില്ല. ഫോഴ്സിൻ്റെ ഇക്വേഷൻ F ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ആട് കാര്യം ഗോട്ട് GOAT. എന്തിനാടാ ഞാനിവിടെ ഡോട്ട് ഇട്ടത്? GOATക്ക് ഇപ്പോൾ പുതിയൊരു ഡെഫിനിഷൻ കൂടി ഇല്ലേടാ. ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. എന്താ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം? ആരാണ്? മെസ്സി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം, റൊണാൾഡോ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം, അങ്ങനെ ലെജൻസിനെയൊക്കെ സച്ചിൻ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്നൊക്കെ പറയാറില്ലേ? എന്നാൽ ഞാൻ പറയും, നമ്മൾക്ക് സയൻസുകാർക്കും ഉണ്ടടാ ഒരു ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. അദ്ദേഹത്തിൻ്റെ പേരാണ് ന്യൂട്ടൺ ആണ് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഓഫ് നമ്മളെപ്പോലെ സയൻസുകാർക്കുള്ള ഒരു ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമാണ് ന്യൂട്ടൺ. ഞാൻ എന്തിനിതിവിടെ പറയുന്നു? എന്താടാ ഫോഴ്സിൻ്റെ യൂണിറ്റ്? ആ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമായ ന്യൂട്ടൺ, സർ ഐസക് ന്യൂട്ടൻ്റെ പേരായ ന്യൂട്ടനാണ് ഫോഴ്സിൻ്റെ യൂണിറ്റ്. അതും നിങ്ങൾ മറന്നു പോകരുത്. സോ F ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആയ ആണ്, എന്നാൽ അതിൻ്റെ യൂണിറ്റ് ന്യൂട്ടനാണ്. ഞാനിപ്പോൾ പറഞ്ഞത് എന്താണ് പ്രഷറിൻ്റെ ഇക്വേഷൻ? നമ്മൾ ഇനി അങ്ങോട്ട് എൻ്റെ മക്കൾ ഏത് ക്ലാസ്സിലും പൊക്കോളൂ. ഇഫ് സംവൺ ആസ്ക്സ് ടു ഫൈൻഡ് ദ യൂണിറ്റ് ഓഫ് സം ക്വാണ്ടിറ്റി, ഒരു ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് കണ്ടുപിടിക്കാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം യു ഹാവ് ടു റൈറ്റ് ദ ഇക്വേഷൻ ഫോർ ദാറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഇതല്ലേ നമ്മൾ പ്രഷറിൻ്റെ ഇക്വേഷൻ? P ഈസ് ഈക്വൽ ടു F/A.
and you substitute the known units of the quantities. ഈ ഇതിൽ നമുക്ക് ഫോഴ്സിൻ്റെ യൂണിറ്റും ഏരിയയുടെ യൂണിറ്റും നമുക്കറിയാം ശരിയല്ലേ? സോ യു ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ദ യൂണിറ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഏരിയ ഇൻ ദ ഇക്വേഷൻ ഓഫ് പ്രഷർ. സോ ദ യൂണിറ്റ് ഓഫ് force will be Newton. The unit of force will be Newton and the unit of area will be meter square, right? ഏരിയയുടെ യൂണിറ്റ് ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഒക്കെ ആണെങ്കിൽ മീറ്റർ സ്ക്വയർ എന്നല്ലേ പറയാ. സോ ദ യൂണിറ്റ് ഓഫ് പ്രഷർ വിൽ ബി ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ദ യൂണിറ്റ് ഓഫ് പ്രഷർ വിൽ ബി ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ന്യൂട്ടൺ എന്തിനെയാണ് ഞാൻ ന്യൂട്ടൺ എന്ന് വിളിച്ചത്? അതായത് മാസിൻ്റെ യൂണിറ്റായ കിലോഗ്രാമിനെയും ആക്സിലറേഷൻ്റെ യൂണിറ്റായ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിനെയാണ് ഞാൻ കളക്റ്റീവ്ലി ഐ കോൾ ന്യൂട്ടൺ. സിമിലർലി ഹിയർ ഐ ആം കോളിംഗ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആസ് എ യൂണിറ്റ് കോൾഡ് പാസ്കൽ. എന്താ? പാസ്കൽ. പ്രഷറിൻ്റെ യൂണിറ്റ് നമ്മൾ പാസ്കൽ എന്നാണ് പറയുക. സോ വാട്ട് ഈസ് മെൻ ബൈ 1 പാസ്കൽ? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഒരു ന്യൂട്ടൺ ഫോഴ്സ്, ദ ഫോഴ്സ് ഓഫ് 1 ന്യൂട്ടൺ ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ ഈസ് കോൾഡ് 1 പാസ്കൽ. പ്രഷർ മനസ്സിലായോ? പ്രഷറിൻ്റെ യൂണിറ്റ് കിട്ടിയോ? പാസ്കലാണ് പ്രഷറിൻ്റെ യൂണിറ്റ്. ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. മറന്നു പോകല്ലേടാ. ദേ അതാണ് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പ്രഷർ എ യൂണിറ്റ് ഓഫ് പ്രഷർ ഈസ് പാസ്കൽ, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന മറ്റൊരു യൂണിറ്റാണ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. വീണ്ടും ഈ ഒരു സ്ലൈഡിൽ കാണാത്ത ഒരു സാധനം, ദേ ഒരു ട്രയാങ്കിൾ ഉണ്ട്. എന്താടാ ഈ ട്രയാങ്കിൾ? ദിസ് ഈസ് ആക്ച്വലി കോൾഡ് പ്രഷർ ട്രയാങ്കിൾ. നിങ്ങൾക്ക് ഈ ഒരു ട്രയാങ്കിളിൽ ഏത് ക്വാണ്ടിറ്റിയാണോ അൺനോൺ അദ്ദേഹത്തെ കണ്ടുപിടിക്കാൻ യു ജസ്റ്റ് നീഡ് ടു ഹൈഡ് ദാറ്റ് ക്വാണ്ടിറ്റി. സപ്പോസ് ഇൻ ദ ഫിഗർ, ഇൻ ദ ട്രയാങ്കിൾ, ഐ നീഡ് ടു ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് പ്രഷർ. വാട്ട് ഈസ് ദ ഇക്വേഷൻ ഓഫ് പ്രഷർ ഫോർ? സോ ദാറ്റ് ഐ ആം ജസ്റ്റ് ഹൈഡിങ് ദ ക്വാണ്ടിറ്റി pressure here. So what is remaining here? The upper part as F and the lower part as area. So the equation of pressure I will get as F by A. So the value of pressure is given by force upon area. How to find force from this triangle? You hide the quantity force here. So what all things are remaining? Area. But it is not divide by area. It is straight. So you have to multiply this area into pressure. So in order to find the force, you have to multiply pressure and area. എടാ ഇത് മാത്സ് പഠിച്ച എൻ്റെ മക്കൾ പറയടാ, ഫോഴ്സിൻ്റെ വാല്യൂ വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഐ ഹാവ് ടു ക്രോസ് മൾട്ടിപ്ലൈ ദിസ് എ വിത്ത് പ്രഷർ. അത് തന്നെയല്ലേടാ ഞാൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു മെത്തേഡ് അറിയാമെങ്കിലും നിങ്ങൾ ഇത് ഫോളോ ചെയ്താൽ മതി. സോ ഈ ഒരു ട്രയാങ്കിൾ, FAP ട്രയാങ്കിൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ എല്ലാ ഇക്വേഷനും ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ഒന്ന് പറഞ്ഞു നോക്കിയേ. സോ ക്യാൻ യു ഗിവ് മീ ദ ഇക്വേഷൻ ഓഫ് ഏരിയ ഫ്രം ദ ട്രയാങ്കിൾ? ഏരിയയുടെ ഇക്വേഷൻ. സോ യു ഹൈഡ് ദ പാർട്ട് ഓഫ് ഏരിയ. സോ വാട്ട് ഈസ് റിമൈനിങ് ദർ? upper part as force and the down part as pressure. So the equation of area becomes F divided by P. Right. So ഇതാണ് പ്രഷർ. ഇവിടെ തീരുകയാണ് പ്രഷർ എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ, യൂണിറ്റ് ആൻഡ് ദ ട്രയാങ്കിൾ. പ്രഷർ ട്രയാങ്കിൾ. മനസ്സിലായോ? ക്രിസ്റ്റൽ ക്ലിയർ? പിടികിട്ടിയോ? സെറ്റല്ലേ? അടിപൊളിയല്ലേ? പ്രഷറിൻ്റെ ഡെഫിനിഷൻ മനസ്സിലായോ? ആവശ്യമുള്ള നോട്ട്സ് എല്ലാം എഴുതിയെടുത്തില്ലെങ്കിൽ കുറച്ച് വീഡിയോ ബാക്ക് ചെയ്തിട്ടാണെങ്കിലും പോസ് ചെയ്തിട്ടാണെങ്കിലും എല്ലാ ത്രസ്റ്റ് ഫോഴ്സ് അതുപോലെ എല്ലാ ഡെഫിനിഷനും എഴുതിയെടുത്തില്ലേടാ? എന്താണ് ത്രസ്റ്റ് ഫോഴ്സ്, യൂണിറ്റ് എന്താണ് എന്നുള്ളതെല്ലാം ക്ലിയർ ആയിട്ട് എഴുതിയെടുത്തില്ലേ? ദേ പോകുന്നു ഞാൻ അടുത്ത സ്ലൈഡിലോട്ട്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്ലൈഡ്. എന്താടാ ഇത്? ശ്രദ്ധിച്ചാൽ ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകളിലും ഇനി അങ്ങോട്ടുള്ള നമ്മൾ ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ചോദിച്ച പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമാണ് ഈ ഒരു സ്ലൈഡിൻ്റെ
കൺസെപ്റ്റ്. സോ വളരെ ശ്രദ്ധിച്ച് കൺസെപ്റ്റ് കണ്ട് മനസ്സിലാക്കിയാൽ ഇനി അങ്ങോട്ട് പേടിക്കേണ്ട. പുഷ്പം പോലെ നമ്മൾ ഇതിൽ നിന്ന് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ പറ്റുമെന്ന് ഉറച്ചു വിശ്വസിക്കാം. സോ എൻ്റെ കൂടെ പോരെ പഠിച്ചോ. ഒരു വുഡൻ ബ്ലോക്ക്. So these two are exactly the same blocks. In the first condition, I just placed the box like this. എൻ്റെ ഫസ്റ്റ് കണ്ടീഷനിൽ ഞാൻ എൻ്റെ ബോക്സിനെ ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. The same block I have placed like this in the next scenario, next situationൽ എൻ്റെ ബോക്സിനെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇറക്റ്റ് ചെയ്ത് സ്ട്രെയിറ്റ് ആക്കി വെച്ചിരിക്കുന്നു. ബോത്ത് ആർ സെയിം ബോക്സസ് ആൻഡ് ദ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 100 ന്യൂട്ടൺ. നിങ്ങൾ വെയിറ്റ് എന്ന് വിചാരിക്കേണ്ടത് ഫോഴ്സ്. ഈ ഒരു ബോഡി ഒരു ഫ്ലോറിൽ ഒരു ഫോഴ്സ് കൊടുക്കില്ലേ, ഈ ഒരു ബോഡിയും ഫോഴ്സ് കൊടുക്കില്ലേ. ആ ഫോഴ്സ് ആര് കാരണമാണ്? ഗ്രാവിറ്റി കാരണമല്ലേ. ഗ്രാവിറ്റി കാരണം നമുക്ക് കിട്ടുന്ന ഫോഴ്സാണ് വെയിറ്റ്. സോ നിങ്ങൾ വിചാരിച്ചാൽ മതി ഇവിടെയുള്ള ഫോഴ്സ് 100 ന്യൂട്ടൺ. ബിക്കോസ് ന്യൂട്ടൺ ആണല്ലോ, ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സിൻ്റെ യൂണിറ്റ് ആണെന്ന് എൻ്റെ മക്കൾക്ക് അറിയാം. സോ 100 ന്യൂട്ടൺ, 100 ന്യൂട്ടൺ ഈസ് ദ ഫോഴ്സ് ആക്ടിങ് ഹിയർ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നു വാട്ട് ഈസ് ദ ഏരിയ ഹിയർ. എത്രയാണ് ഇവിടുത്തെ ഏരിയ? ഞാൻ പറഞ്ഞു പ്രഷർ ആക്ട് ചെയ്യുന്ന ആ പോയിന്റിലെ ഏരിയ എത്രയാണോ. I am asking how much surface area is here. എത്ര സർഫസിലാണ് എൻ്റെ ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതെന്നുള്ളതല്ലേ. സപ്പോസ് I am taking examples like ഒരു റാൻഡമായിട്ട് I am only taking random figures for this area. റാൻഡമായിട്ട്. സോ ഈ ഒരു പാർട്ടിൻ്റെ ഏരിയ ആയിരിക്കത്തില്ലേ ഡൗണും. ദ ഏരിയ ഓഫ് ദിസ് പാർട്ട് ആൻഡ് ദ ബോട്ടം പാർട്ട് വിൽ ബി സെയിം. സോ അപ്രോക്സിമേറ്റ്ലി ഐ ആം ടേക്കിംഗ് ദ ഏരിയ ലൈക്ക് 20 meter square. This is approximation, my approximation. So the area of contact on the floor is 20 meter square. So how much will be the area of contact in the second condition? Will it be more than 20 or less than 20? Of course the area will be less than 20 because ഈ ഒരു ഏരിയ മാത്രമല്ലേ ഇവിടെ വരുന്നുള്ളൂ. only this much area is in contact with the floor. So I need only to take that much area when I consider the amount of pressure, right? So the area again I just approximate. This is 20. If the value of area here is 20, the approximated value can be like 5 meter square. So next you have to find the amount of pressure here and here. ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് രണ്ട് സിറ്റുവേഷനിലും ആക്ട് ചെയ്യുന്ന പ്രഷർ ഒന്ന് കണ്ടുപിടിച്ചേ. പറ്റിക്കരുത്, ചെയ്യണം. ഞാൻ പറയാം. എന്നാലും ഒന്ന് ഇവിടുത്തെ പ്രഷർ എത്രയാണ്? ഇവിടുത്തെ ഫോഴ്സ് 100 ന്യൂട്ടൺ ആണ്. ഇവിടുത്തെ ഏരിയ 20 മീറ്റർ സ്ക്വയർ ആണ്. ഇവിടുത്തെ ഫോഴ്സും 100 ന്യൂട്ടൺ ആണ്. അവിടുത്തെ പ്രഷർ ഏരിയ 5 മീറ്റർ സ്ക്വയർ ആണ്. എന്നാൽ കണ്ടുപിടിയടാ രണ്ട് ഏരിയയും രണ്ട് പ്രഷറും എത്രയായിരിക്കും എന്നൊന്ന് കണ്ടുപിടിച്ച് പറഞ്ഞേ. കിട്ടി സാർ. പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഫോഴ്സ് 100 ആണ് സാർ. 100 എനിക്കറിയാം. 100 ഡിവൈഡ് ബൈ ഏരിയ 20 ആണ്. 100 upon 20 എത്രയാടാ? 100 upon 20 5 ആണ് സാർ. 5 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് എഴുതിക്കോട്ടെ. പാസ്കൽ, യു ക്യാൻ റൈറ്റ് പാസ്കൽ ഓൾസോ. ബട്ട് ഹിയർ I am writing 5 Newton per meter square is the pressure acting here. ശരിയല്ലേ? 100 by 25. 5. അടിപൊളി. ഇങ്ങോട്ട് വന്നാലും ഫോഴ്സ് അപ്പോൺ ഏരിയ. How much is the force here? Exactly the same force, 100. But here the area is 5. What is 100 divided by 5? Yes. This is 20 Newton per meter square.
what do you observe in the value of pressure in both scenarios? What do you observe? നിങ്ങൾ എന്താണ് ഒബ്സർവ് ചെയ്തത്? രണ്ട് സ്ഥലത്തും രണ്ട് ഒരേ വെയിറ്റ് അല്ലെങ്കിൽ ഒരേ ഫോഴ്സ് രണ്ട് ഏരിയയിൽ അപ്ലൈ ചെയ്തപ്പോൾ അവിടെ ആക്ട് ചെയ്യുന്ന ആര് മാറി? പ്രഷർ ചേഞ്ച് ചെയ്തു. ഇഫ് ദ ഏരിയ ഈസ് മോർ ദ പ്രഷർ ആക്ടിങ് ഈസ് ലെസ്. റെഡി അല്ലേ? കാരണം ഈ 20 മീറ്റർ സ്ക്വയർ ആയ സമയത്ത് ദ വാല്യൂ ഓഫ് പ്രഷർ ഈസ് 5 Newton per meter square. So when the area is reduced to 5 meter square, 20 to 5, here is the value is 20 meter square, but here the value is 5 meter square. അങ്ങനെയാണെങ്കിൽ പ്രഷറിൻ്റെ വാല്യൂ ഇവിടെ 5 കിട്ടി, ഇവിടെ 20 കിട്ടി. വാല്യൂ ഓപ്പോസിറ്റ് ആയതല്ല, മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ത്രൂ നമുക്ക് കിട്ടിയതല്ലേ. ഇവിടെ പ്രഷർ 5 ആയിരുന്നു, അവിടെ കിട്ടിയ പ്രഷർ 20 ആണ്. സോ ഏരിയ, ഇഫ് ദ ഏരിയ ഈസ് റെഡ്യൂസ്ഡ് പ്രഷർ ഈസ് ഇൻക്രീസിങ്. ഈ ഒരു കൺസെപ്റ്റ് പഠിയടാ. വെൻ ദ ഏരിയ ഈസ് റെഡ്യൂസ്ഡ് ദ pressure is increasing. അതിനെ നമുക്ക് മാത്തമാറ്റിക്കലി ഇങ്ങനൂടെ പറയാം. പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ. പഠിച്ചോ, ഇത് മാത്രം മതി, ഈ ഒരു കൺസെപ്റ്റ് മാത്രം അറിഞ്ഞാൽ മതി. ദാറ്റ് ഈസ് വെൻ ഏരിയ ഈസ് റെഡ്യൂസിങ്, what will happen if the value of denominator reduces? the denominator വാല്യൂ താഴ്ന്നാൽ ഇവിടെയുള്ള ഓപ്പോസിറ്റ് സൈഡിലുള്ള ന്യൂമറേറ്റർ വാല്യൂ വിൽ ഇൻക്രീസ്. എൻ്റെ മക്കൾ മാത്സ് പഠിച്ച കിഡിലൻ മക്കളാണ്. ഏരിയ കുറഞ്ഞാൽ പ്രഷർ കൂടും. ലൈക്ക് ഇവിടുത്തെ വാല്യൂ കുറവാണെങ്കിൽ ഇവിടുത്തെ വാല്യൂ ഇൻക്രീസ് ആവും. അതല്ല ഇവിടെ കിട്ടിയ ഏരിയ കുറഞ്ഞപ്പോൾ 20ൽ നിന്ന് 5ലോട്ട് വെൻ വി move to 20 to 5 meter square, the value of pressure increases from 5 to 20. റിവേഴ്സും പോസിബിൾ അല്ലേടാ. സപ്പോസ് ഏരിയ ഈസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ പ്രഷർ വിൽ ഡെഫിനറ്റ്ലി ഡിക്രീസ്. ഈ രണ്ട് കൺസെപ്റ്റ് മനസ്സിലായോ? ഏരിയയും ഡിപ്പെൻഡൻസി ഓഫ് ഏരിയ ആൻഡ് പ്രഷർ മനസ്സിലായോ? സ്റ്റേറ്റ്മെൻറ്റ് പോലെ പഠിക്കാനാണെങ്കിൽ പഠിച്ചോ. സ്റ്റേറ്റ്മെൻറ്റ് പോലെ പഠിക്കാനാണെങ്കിൽ ഇഫ് area increases pressure പറയടാ pressure decreases, pressure decreases. See, നമ്മൾ ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആക്കി വെക്കുകയാണെങ്കിൽ പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയയിൽ ഈ മനുഷ്യൻ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചാൽ വാട്ട് ഈസ് ഹാപ്പൻ? ഇറ്റ് ദ ഡിപ്പെൻഡൻസി ഓഫ് പ്രഷർ ആൻഡ് ഏരിയ. നിങ്ങൾക്ക് ക്ലിയർ ആയോ? ദിസ് ഈസ് ദ ഡിപ്പെൻഡൻസി ഓഫ് പ്രഷർ ആൻഡ് ഏരിയ ഇഫ് വി കെപ്റ്റ് ദ ഫോഴ്സ് കോൺസ്റ്റൻറ്റ്. മനസ്സിലായോ? ഈ ഒരു കൺസെപ്റ്റ് കിട്ടിയോ? എന്നാൽ നമ്മുടെ ക്ലാസ് തുടങ്ങിയപ്പോഴുള്ള സാറിൻ്റെ ഓരോ ചോദ്യങ്ങളുണ്ടായിരുന്നു. ഓർമ്മയുണ്ട? ഈ സീൻ ഓർമ്മയുണ്ട? എന്തുകൊണ്ട് ഇവിടെ ഐ ആം ഫെൽറ്റിംഗ് മോർ പെയിൻ വെൻ കമ്പയർഡ് ടു ദിസ് സൈഡ്. നോക്കിക്കോ, ഉത്തരം കിട്ടി. നോക്കിക്കോ, സെയിം സിറ്റുവേഷൻ അപ്ലൈ ചെയ്തു. ഐ ആം അപ്ലൈങ് ഫോഴ്സ് ഫ്രം ഹിയർ, സെയിം ഫോഴ്സ്. കൺസിഡർ ഐ ആം അപ്ലൈങ് സെയിം ഫോഴ്സ്. അങ്ങനെ സെയിം ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് ദ ഏരിയ ഓഫ് കോണ്ടാക്ട് ഈസ് ലെസ് ഓൺ ദിസ് പാർട്ട്. റെഡി അല്ലേ? കാരണം നിബ് പാർട്ട് പോയിൻറ്റഡ് സർഫസ് ഹാവ് ലെസ് ഏരിയ. ഇഫ് ഏരിയ ഈസ് ലെസ് pressure will be more. So if the area is less, the pressure exerted will be more. അതുകൊണ്ടാണ് നമുക്ക് പെയിൻ അനുഭവപ്പെടുന്നത്. ലെസ് ഏരിയ ഈസ് ലെസ്, pressure will be more. So more depression. Here the
area is more area is there, the pressure exerted will be less, because pressure and area are inversely proportional. If the area is increases, the same force will create less pressure. If the area is increased or the area is more, the same force is created larger pressure if larger pressure, if area is less, and if area is more, the pressure will be less. ഉത്തരം കിട്ടി. ഇപ്പം കൺസെപ്റ്റ് കിട്ടി. തൊട്ടു മുമ്പ് പെയിൻ വരുമെന്ന് പഠിച്ച നിങ്ങൾ ഇപ്പോൾ എന്തുകൊണ്ട് ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയോടാ? പവർ അല്ലേടാ, ഹാപ്പി അല്ലേടാ, കൺസെപ്റ്റ് കിട്ടിയോടാ? എന്നാ ദേ അടുത്തത് പറ, ഇത് പറ. ദേ നിങ്ങളുടെ രണ്ടാമത്തെ സിറ്റുവേഷൻ. ഒരു ഡെപ്ത് കൂടുന്നത് സ്റ്റാൻഡിങ് പൊസിഷൻ ആണോ അതോ ലൈയിങ് പൊസിഷനിലാണോ? സെയിം, നിങ്ങൾക്ക് ഉത്തരം കിട്ടി. വെൻ വി സ്റ്റാൻഡ് സ്ട്രേറ്റ്, the area is less. ശരിയല്ലേ? ഏരിയ കുറവാണെങ്കിൽ pressure will be more. If the area is less, pressure is more. So if the pressure is more depth is occurring here. Here the area of contact, so here only the area of contact will be this much, but here the area of contact will be this much. So if the area is increased, here pressure will be low, but here area is less, so the pressure will be maximum. This maximum pressure is the reason for more depth in the standing position. കിട്ടി, മനസ്സിലാക്കി, പവർഫുൾ ആയിട്ട് പഠിച്ചു, കിട്ടി. ദേ അടുത്ത സിറ്റുവേഷൻ. ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് മറ്റൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നല്ലോ. എവിടെ പോയി സാർ? നെയിലിൻ്റെ കഥ. സോ പറയടാ. ദേ ഒരു നെയിൽ ഞാൻ സ്ട്രെയിറ്റ് ആക്കി വെക്കുന്നു. റൗണ്ടഡ് സർഫസ് ഇങ്ങനെയും പോയിൻറ്റഡ് സർഫസ് ഇവിടെയും. ഇവിടെ ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ഇതാണ് സർഫസ് എന്ന് വിചാരിച്ചേ. സോ ഐ ആം അപ്ലൈയിങ് ഫോഴ്സ് ഹിയർ. ഹിയർ ദ ഏരിയ ഈസ് ലെസ്. സോ ദ pressure will be more. So more ഡെപ്തിലോട്ട് ഇയാൾ ഈസി ആയിട്ട് കയറിപ്പോകും. സോ വാട്ട് ഹാപ്പൻസ് ഇഫ് ഐ പ്ലേസ് ദ നെയിൽ ലൈക്ക് ദിസ്? ഒരു ഓപ്പോസിറ്റ് പൊസിഷനല്ലേ ടിങ്. സോ ഇവിടെ ഞാൻ വെച്ചിട്ട് ഇവിടെ വാട്ട് ഹാപ്പൻസ് ഇഫ് ഐ എം അപ്ലൈയിങ് ദ ഫോഴ്സ് ഓൺ ദ പോയിൻറ്റഡ് സർഫസ്, ഏരിയ ഓഫ് കോണ്ടാക്ട് കൂടിയാൽ pressure will be less. So we need, നമുക്ക് ഒരു നെയിലിനെ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നമുക്കവിടെ പ്രഷറിൻ്റെ എഫക്റ്റ് മാക്സിമം ആയിരിക്കണം. വേണ്ടേ? ഓരോ സിറ്റുവേഷൻ പ്രകാരം നമുക്ക് പ്രഷർ കൂടുതലാണോ കുറവാണോ എന്ന് മനസ്സിലാക്കണം. ഒരു നെയിലിൻ്റെ കേസിൽ നമുക്ക് നമ്മുടെ വാട്ട് ഈസ് അവർ ഡിസൈഡ് എഫക്റ്റ് വെൻ വി ആർ ഹാമറിങ് എ നെയിൽ? വി നീഡ് മോർ പ്രഷർ, റൈറ്റ്? വി നീഡ് ഒരേ ഫോഴ്സ്. ഞാൻ എൻ്റെ ഒരു ഫോഴ്സ്, എനിക്കൊരു ഹ്യൂമൺ ആണ്, എനിക്ക് കൊടുക്കാൻ പോകുന്നതിന് ഐ ഹാവ് എ മാക്സിമം ലിമിറ്റ് ഓഫ് ഫോഴ്സ്. സോ ആ മാക്സിമം ലിമിറ്റിൽ ഐ ഹാവ് ടു ജനറേറ്റ് മോർ പ്രഷർ. ശരിയല്ലേ? മോർ പ്രഷർ. അങ്ങനെയാണെങ്കിൽ ഈ നെയിൽ ഏത് പൊസിഷനിൽ വെക്കുമ്പോഴായിരിക്കും മോർ പ്രഷർ കിട്ടുക? ഇങ്ങനെ വെച്ചാൽ. കാരണം ഏരിയ ഓഫ് കോണ്ടാക്ട് ലെസ് ആണ്. അങ്ങനെയാണെങ്കിൽ pressure will be maximum. So കിട്ടിയോ? നെയിൽ ബെഡ് ആണെങ്കിലോ ആ കുട്ടി, when the child is lying down on the nail bed, the contact area increases. So the weight of all his body is distributed over the nails. അല്ലേ? ഏരിയ ഇൻക്രീസ് ചെയ്തു. എല്ലാ നെയിൽസിലൂടെ അദ്ദേഹത്തിൻ്റെ വെയിറ്റ് ഡിസ്ട്രിബ്യൂട്ടായി. സോ ദ ഏരിയ ഓഫ് കോണ്ടാക്ട് ഇൻക്രീസ്ഡ്. ഏരിയ ഇൻക്രീസ് ചെയ്താൽ പ്രഷർ വിൽ ബി റെഡ്യൂസ്ഡ്. സോ ദർ വിൽ ബി നോ ഇഞ്ചുറി ഇഫ് യു ആർ ലൈയിങ് ഓൺ എ നെയിൽ ബെഡ്. സോ ഇനി പ്ലാനറ്റോറിയത്തിലൊക്കെ പോകുമ്പോൾ ധൈര്യമായിട്ട് കൂട്ടുകാർ പകച്ചു നിന്നാലും എൻ്റെ മക്കൾ ആദ്യം ചാടി കടന്ന് കാണിച്ചു കൊടുക്കണം. എക്സ്പ്ലനേഷൻ പറഞ്ഞ് പവറായിട്ട് കാണിച്ചു കൊടുക്കണം. ഇതുകൊണ്ടാണ് ഞാൻ ഇഞ്ചുർഡ് ആവാത്തത് എന്ന് പറയണം. ഈ സിറ്റുവേഷനോടെ പറഞ്ഞ് എന്തിനാ? സ്റ്റൈലാണോ? സ്റ്റൈലല്ല. വാട്ട് ഹാപ്പൻസ് if he is placing a cloth on his head? So when he is placing a
cloth on his top of his head, he is actually increasing the surface area or the area of contact between his head and ലോഡ്. ശരിയല്ലേ? ഒരു ക്ലോത്ത് വെക്കുന്ന സമയത്ത് നമ്മുടെ ഹെഡും നമ്മുടെ ലോഡും തമ്മിലുള്ള ഏരിയ ഓഫ് കോണ്ടാക്റ്റ് കൂടി he is increasing the area of contact between head and the loads. So if the area of contact increased, the pressure will be reduced. ഒരു ലോഡ് എടുക്കുന്ന സമയത്ത് what is our desired effect? Yes, we have to reduce the effect of pressure. ഇവിടെ പ്രഷർ കൂടുതലാണെങ്കിൽ പെയിൻ വരില്ലേടാ. So what is he desiring for that? He is desiring to reducing the pressure. അദ്ദേഹത്തിന് പ്രഷർ റെഡ്യൂസ് ചെയ്യണമെങ്കിൽ ഇദ്ദേഹത്തിന് അറിയാം ഏരിയ കൂട്ടിയാൽ മതി. സോ ഇനി തൊട്ട് പോട്ടേഴ്സിനൊക്കെ കാണുമ്പോൾ ശ്രദ്ധിക്കുക. പോട്ടർ മാത്രമല്ല, നമ്മുടെ വീട്ടിലായാലും നമ്മുടെ പാരൻസോ ഗ്രാൻഡ് പാരൻസോ ഒക്കെ എന്തെങ്കിലും ലോഡൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഒരു ക്ലോത്ത് ഒക്കെ വെക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ എൻ്റെ മക്കൾക്ക് മനസ്സിലായി, അതിൻ്റെ റീസൺ മനസ്സിലായി. ശരിയല്ലേ? സോ ഇവിടെ നമ്മൾ പഠിക്കുന്നു പ്രഷറിൻ്റെ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് എന്തുകൊണ്ട് ശരിയാണോ? ഇനിയും മൂവിങ് ഓൺ ടു നെക്സ്റ്റ്. ഇതാ ഇമ്പോർട്ടൻ്റ് ഓരോരോ സ്റ്റേറ്റ്മെൻറ്റ്, അവിടെയുള്ള എക്സ്പ്ലനേഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തൊരു ടോപ്പിക്കാണ് ഇത്. നോക്കിയേ, വെൻ എ ലാർജ് ഫോഴ്സ് ഈസ് എക്സേർട്ടഡ് അപ്പോൺ ദ നീഡിൽ വിത്ത് എ ഹാമർ, ദെൻ ദ പ്രഷർ ഓൺ ദ നീഡിൽ ഇൻക്രീസസ് ആൻഡ് ഇറ്റ് മൂവ്സ് ഈസിലി ഇൻസൈഡ് ദ വാൾ. ശരിയല്ലേ? ഒരു ലാർജ് ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് നെയിലിൽ പ്രഷർ ആക്ട് ചെയ്യുന്നത് കൂടുതലായിരിക്കും. അതേ ഫോഴ്സ് ഈ ഒരു ഫിഗറിൽ ഈ ഒരു ഒബ്ജക്റ്റിൽ കൊടുത്താൽ ഇവിടുത്തെ പ്രഷർ കുറവായിരിക്കും. ദ റീസൺ ഫോർ ദാറ്റ് ഈസ് ഹിയർ ദ ഏരിയ ഓഫ് കോണ്ടാക്ട് ഈസ് മോർ. So the pressure will be less. Here the area of contact is less. The pressure will be more. So if more pressure is getting with the same force, so he is a happy man, he is a sad man, because he cannot insert this thing into the wood. So he is a sad man, right? So I am giving a smart smile. He is very happy, he got the concept, right? He is reduced the area and increases the pressure. So he is a happy man, he is a sad man. Okay, concept പഠിച്ചാൽ ഈസി അല്ലേ? മനസ്സിലായോ? എന്തുകൊണ്ട് പോകുന്നു? അതെ, ഈ ഒരു സീൻ ഉടനെ സംഭവിക്കാൻ പോകുന്ന സീനല്ലേ? എല്ലാവരും പുതിയ ബാഗൊക്കെ മേടിച്ചോടാ. പുതിയ ക്ലാസ്സിലോട്ടൊക്കെ പോകുമ്പോൾ നോർമലി കണ്ടുവരുന്ന ഒരു ചടങ്ങാണ് പുതിയ ബാഗുകളൊക്കെ മേടിച്ച് നല്ല സ്റ്റൈലായിട്ട് പോകും. ഞാൻ ചോദിക്കട്ടെ, വാട്ട് ആർ ദ ക്രൈറ്റീരിയാസ് ഓഫ് സെലക്ടിങ് എ ന്യൂ ബാഗ്? ഒരു പുതിയ ബാഗോ അല്ലെങ്കിൽ ഒരു ബാഗ് എടുക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ സെലക്ഷൻ ക്രൈറ്റീരിയാസ് നോക്കും? യെസ്, കളർ നോക്കും. കളർ നല്ല കളർ അല്ലെങ്കിൽ പറ്റത്തില്ല. പിന്നെ പിക്ചർ നോക്കും. നമ്മുടെ മെസ്സി, റൊണാൾഡോ അങ്ങനെ കളിക്കാർ, നമ്മുടെ നെയ്മർ, നമ്മുടെ സ്പോർട്സ് താരങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ സൂപ്പർ ഹീറോസൊക്കെ ഉണ്ടെങ്കിൽ, മാർവൽ ഫാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ പിക്ചറും നോക്കും. ഇനി തൊട്ട് എൻ്റെ മക്കൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ കൂടെ ബാഗ് സെലക്ട് ചെയ്യുമ്പോൾ ചെയ്തിരിക്കണം. ആ ക്രൈറ്റീരിയ ഞാൻ വിളിക്കും സ്റ്റേറ്റ്മെൻറ്റ്. ആദ്യം സാറൊന്ന് വായിച്ചു തരാം. ഷോൾഡർ ബാഗ്സ് ഓൾവേസ് ഹാവ് ബ്രോഡ് സ്ട്രാപ്സ് റാദർ ദാൻ തിൻ സ്ട്രാപ്സ് ഇൻ ഓർഡർ ടു മിനിമൈസ് ദ പ്രഷർ. ഇത്രയുള്ളടാ എൻ്റെ സ്ട്രാപ്പ്. The strap of the bags or the strap of the shoulder bags have broad size than thin strap. The straps of school bags are broad than thin. എന്തിനാടാ ഇങ്ങനെയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത്? എന്തിനാണ്? ഇഫ് ദ ഏരിയ, നിങ്ങൾ കൺസെപ്റ്റ് പഠിച്ചു, ഇഫ് ദ ഏരിയ ഈസ് മോർ, ഏരിയ കൂടുതലാണെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന പ്രഷർ കുറവായിരിക്കും. അവിടെ ആക്ട് ചെയ്യുന്ന
പ്രഷർ കുറവായിരിക്കും. സോ നമുക്ക് നമ്മുടെ ബാഗിൽ എത്ര ലോഡ് വരുവടാ? നോട്ട് ബുക്ക്, ടെക്സ്റ്റ് ബുക്ക്, പിന്നെ ഒബ്സർവേഷൻ ബുക്ക്, വെള്ളം, എല്ലാം ലോഡ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. ആര് നമ്മളെ ഹെൽപ്പ് ചെയ്യുമടാ? സോ ഈ ലോഡിൻ്റെ എല്ലാം എഫക്റ്റായ പ്രഷർ എൻ്റെ മക്കളല്ലേ ഫലിക്കുന്നത്, എൻ്റെ മക്കളല്ലേ എടുക്കുന്നത്. അത് കുറയ്ക്കണമെങ്കിൽ ഇഫ് വി വാണ്ട് ടു റെഡ്യൂസ് ദ എഫക്റ്റ് ഓഫ് പ്രഷർ വി ഹാവ് ടു ഇൻക്രീസ് നിങ്ങളുടെ ബോഡിയുമായിട്ട് കോണ്ടാക്ട് വരുന്ന ഭാഗത്തിന് ഏരിയ കൂട്ടിയാൽ, ഇപ്പം നിങ്ങൾ കൺസെപ്റ്റ് പഠിച്ചു, ഏരിയ കൂട്ടിയാൽ നിങ്ങൾക്ക് അവിടെ ആക്ട് ചെയ്യുന്ന പ്രഷർ കുറയ്ക്കാൻ പറ്റും. അതോടുകൂടി പുതിയ ബാഗ് മേടിച്ചോ. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എന്താ ഇപ്പോൾ മറ്റേ നമ്മുടെ സ്കൂബി ഡേഗൻ ചെങ്ങാതി ആ ബാഗായിരുന്നു. ഇപ്പോൾ ഏതൊക്കെയാണ് ബാഗ് പുതിയത് എനിക്ക് ഓർമ്മയില്ല, ഞാൻ കണ്ടില്ല. പുതിയ ബാഗിൻ്റെ ആഡ്സൊക്കെ വരുമല്ലോ. ഇനി ആഡ്സൊക്കെ വരുമ്പോൾ സ്കൂബിയുടെയും മറ്റേതൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു കാര്യം കൂടെ എൻ്റെ മക്കൾ നോക്കണം. പുതിയ ബാഗ് വേണമെന്ന് പാരൻസിനോടൊക്കെ പറയുമ്പോൾ എന്ത് പറയണം? കളറ് പോയെന്നൊന്നും പറയരുത്. എന്ത് പറയണം? എൻ്റെ സ്ട്രാപ്പിന് വിടുത്തില്ല, എൻ്റെ സ്ട്രാപ്പ് ബ്രോഡ് സ്ട്രാപ്പല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് പ്രഷർ കൂടുന്നു ഡാഡി, അല്ലെങ്കിൽ എനിക്ക് പ്രഷർ കൂടുന്നു, എനിക്ക് പുതിയ ബാഗ് വേണം. കാരണം ഇങ്ങനെ പറയണം. ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ദയവ് ചെയ്ത് ഇപ്പോൾ തന്നെ വീട്ടിൽ പോയി പ്രശ്നമുണ്ടാക്കരുത്. നല്ല ബാഗാണെങ്കിൽ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളണം. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇനി അങ്ങോട്ട് ബാഗ് സെലക്ട് ചെയ്യുമ്പോൾ ഈ ഒരു കൺസിഡറേഷനും കൂടെ നിങ്ങൾ ചെയ്യണം. സോ കൂട്ടുകാരുടെ ബാഗൊക്കെ നോക്കിയിട്ട് പറയണം, എടാ നിൻ്റെ ബാഗിന് ബ്രോഡ് സൈസ് അല്ല, സ്ട്രാപ്പിൻ്റെ സൈസ് ലെസ്സാണ്, കുറവാണ്, അതുകൊണ്ടാണ് നിനക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. എൻ്റെ ബാഗ് നോക്കൂ, ബ്രോഡ് സൈസ് ഓഫ് സ്ട്രാപ്പ് സൈസ് കൂടുതലാണ്, അതുകൊണ്ട് എനിക്ക് പ്രഷർ കുറവാണ്. ഹാപ്പി ആയിട്ട് ഞാൻ എൻ്റെ ലഗേജുകൾ ക്യാരി ചെയ്യും. മനസ്സിലായോടാ? സോ ഈ എക്സാമ്പിളും കഴിഞ്ഞു. കിടക്കുന്നു ട്രാക്ടേഴ്സ് കണ്ടിട്ടുണ്ടോടാ? നമ്മുടെ നാട്ടിലൊക്കെ ട്രാക്ടറുകൾ, നമ്മളെ പാഡി ഫീൽഡിലൊക്കെ ട്രാക്ടേഴ്സ്, ദർ ആർ ലോട്ട് ഓഫ് ട്രാക്ടേഴ്സ്. സോ do you observe why the width of tires of tractors is more or wider? എന്തിനാണ്? Why are we using broad wire or wider tires to the tractors? എന്തിനാ? Tires of a tractors are wider because it minimizes the pressure exerted by the tractor on the ground. ശരിയല്ലേ? എവിടെയാ? where do we use ട്രാക്ടേഴ്സ് ഫ്രീക്വൻ്റ്ലി? നമ്മൾ റോഡിലൂടെ ആണോ നമ്മൾ ട്രാക്ടേഴ്സ് കൂടുതൽ ഉപയോഗിക്കുക? അല്ല. എവിടെയാ? ഫീൽഡുകളിലാണ്. അതായത് പാഡി ഫീൽഡ്, അതുപോലെ നമ്മുടെ പ്ലഫ് ചെയ്ത ലാൻഡ് ടൈപ്പ് ഏരിയയിലൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും ട്രാക്ടേഴ്സ് ഉപയോഗിക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ ട്രാക്ടറിന് ഭയങ്കര വെയിറ്റാണ്. ഇതിൻ്റെ മെഷീൻ എലമെൻറ്റ്സും എൻജിനൊക്കെ ഭയങ്കര വെയിറ്റായിരിക്കും. സോ soft when comparing to road, with the nature of surface of paddy fields or the fields are very soft, right? So if the load is increasing or if there is more weight, there is a chance to get the ടയർ ഇൻ ടു ഡീപ്പ്. നമ്മുടെ മണ്ണിൽ താഴ്ന്നു പോകാൻ ചാൻസ് ഉണ്ട് ടയേഴ്സ്. അങ്ങനെ താഴ്ന്നു പോകുമ്പോൾ നമ്മൾ റോൾ ചെയ്ത് ഇഫ് വി വാണ്ട് ടു ടേക്ക് ദ ട്രാക്ടർ ഫോർവേഡ്, ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട്. സോ നമ്മൾ ഈ ട്രാക്ടറിൻ്റെ മോഷൻ കുറച്ചുകൂടി ഈസി ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ലോഡും ഏരിയയിൽ വരുന്ന പോയിൻറ്റും നമ്മൾ ഇൻക്രീസ് ചെയ്താൽ പോരെ. അതായത് നമ്മുടെ ലോഡും അതിൻ്റെ കോണ്ടാക്ട് ഏരിയ കൂട്ടിയാൽ പോരെ. സോ ഇഫ് വി ഇൻക്രീസ് ദ കോണ്ടാക്ട് ഏരിയ ബിറ്റ്വീൻ ടയേഴ്സ് ആൻഡ് ദ ഗ്രൗണ്ട് വി ക്യാൻ റെഡ്യൂസ് ദ പ്രഷർ. ശരിയല്ലേ? ഡെപ്തിലോട്ട് പോകത്തില്ല. പ്രഷർ കൂടിയാൽ ഡെപ്തിലോട്ട് പോകും, പ്രഷർ കുറഞ്ഞാൽ ഡെപ്തിലോട്ടുള്ളത് കുറയും. സോ ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് മോർ ഡീപ്പ്, ഇറ്റ് ഈസ് ഈസിയർ ടു ക്യാരി ദ ടയർ ഓർ it is easier to the tire to roll over. ശരിയല്ലേ? നമുക്ക് ടയറിനെ റോൾ ചെയ്ത് പോകാൻ ഈസി അല്ലേടാ ഏരിയ കൂടുതൽ ആണെങ്കിൽ. സോ ഇതാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ. മോർ വൈഡർ ആണെങ്കിൽ ഏരിയ വിൽ ബി മോർ. സോ അറ്റ് ദാറ്റ് ടൈം ദ പ്രഷർ വിൽ ബി ലെസ്. സോ പ്രഷർ കുറവാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഈ ട്രാക്ടറിനെ ഓടിച്ചോണ്ട് അങ്ങനെ പോകാമെടാ. സോ കാരണം മനസ്സിലായോ? ഇനി ട്രാക്ടർ നോക്കുമ്പോൾ പറഞ്ഞു കൊടുക്കണം നമ്മുടെ എല്ലാവർക്കും, ഇതുകൊണ്ടാണ്, ഈ ഒരു കാരണം കൊണ്ടാണ് ട്രാക്ടേഴ്സിനെല്ലാം വൈഡർ ടയേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന്. എന്താണിത്?
ഒട്ടകം എന്ന് കേട്ടിട്ടുണ്ടോ മക്കൾ? ഒട്ടകം ക്യാമൽ എന്ന് പറയും. എന്താ ഡെസേർട്ടിലൊക്കെ കാണുന്ന ക്യാമൽസിനെ അറിയാമോടാ? എടാ ക്യാമലിൻ്റെ ടോപ്പിൽ നിന്ന് നമ്മൾ ഫോട്ടോ കുറേ കാണും, എന്നാൽ ക്യാമൽസിൻ്റെ ഫീറ്റ് അല്ലെങ്കിൽ ലെഗ്സ് നമ്മൾ നോക്കിയിട്ടുണ്ടോ? ദേടാ ക്യാമൽസിൻ്റെ ലെഗ്സ് നമ്മൾ അല്ലെങ്കിൽ ഫീറ്റിൻ്റെ ഏരിയ ഉണ്ടോടാ? അയ്യോ ഇത്രയും ദ ഏരിയ ഓഫ് ഫീറ്റ് ഓഫ് ക്യാമൽസ് ആർ മോർ. അല്ലേ ഏരിയ ഓഫ് ഫീറ്റ് ഓഫ് ക്യാമൽസ് ആർ മോർ. എന്തിനായിരിക്കും എടാ ഈ ഫീറ്റിന് ലാർജർ ഏരിയ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്? ഇപ്പോൾ ഞാൻ എൻ്റെ വെയിറ്റും ഞാൻ ഈ ക്യാമലിൻ്റെ അത്രയും വെയിറ്റുള്ളൊരു മനുഷ്യനാണെന്ന് വിചാരിക്കുക. സപ്പോസ് എക്സാമ്പിളാണ്, ഞാൻ അത്രയും വെയിറ്റ് ഒന്നുമില്ല കേട്ടോ. സോ ക്യാമലിന് ഭയങ്കര വെയിറ്റ് ആയിരിക്കും, വല്ല ഒരു ലാർജ് ആനിമൽ അല്ലേ. സോ അതേ വെയിറ്റ് എനിക്കുമുണ്ടെന്ന് സങ്കല്പിക്കുക. ഞാനും ക്യാമലും ഇങ്ങനെ നിന്നാൽ ഞാൻ താഴ്ന്നു പോകില്ലേടാ, ഞാൻ താഴ്ന്നു പോകില്ലേ? കാരണം എന്താ? ഈ വെയിറ്റ് ആക്ട് ചെയ്യുന്നത് എൻ്റെ ഫീറ്റ് ഏരിയയിലെ. എൻ്റെ ഫീറ്റ് കുഞ്ഞതല്ലേടാ, എൻ്റെ ഫീറ്റ് ഇത്രയും വലുപ്പം ഉണ്ടോടാ? ഇല്ലടാ, എൻ്റെ കുഞ്ഞ് കാലാടാ. സോ ഇഫ് ദ വെയിറ്റ് ഈസ് മോർ ഓർ ദ വെയിറ്റ് കൂടുമ്പോൾ ഞാൻ കുറേ ഡീപ്പിലോട്ട് പോകത്തില്ലേടാ. സോ ഡീപ്പിലോട്ട് പോകരുതെങ്കിൽ, സോ ഇഫ് ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ഡീപ്പർ, വാട്ട് ഡു ഐ നീഡ് ടു ഡു? സോ ഐ ഹാവ് ടു ഇൻക്രീസ് ദ സർഫസ് ഏരിയ. സോ ഐ ഹാവ് ടു ഇൻക്രീസ് മൈ സർഫസ് ഏരിയ വിത്ത് സാൻഡ്. സോ ഇഫ് ഐ ഇൻക്രീസ് ദ സർഫസ് ഏരിയ വിത്ത് ദ സാൻഡ്, സർഫസ് ഏരിയ കൂടുതലാണെങ്കിൽ ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ മൈ ബോഡി will be less, that is the pressure will be less if I increase the area of feet. ഇതല്ലേടാ ഇവിടെ സംഭവിച്ചത്? എൻ്റെ ഒട്ടകമല്ല, ഈ ഒട്ടകത്തിന് ഏരിയ കൂടിയപ്പോൾ ആ ഒട്ടകത്തിൻ്റെ വെയിറ്റ് മുഴുവൻ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ആയടാ. ഏരിയ ഓഫ് കോണ്ടാക്ട് ഈസ് ഇൻക്രീസിങ് ബിക്കോസ് ദ ക്യാമൽസ് ഹാവ് ലാർജർ ഫീറ്റ് ആയതുകൊണ്ട് ഏരിയ ഓഫ് കോണ്ടാക്ട് കൂടി. ഏരിയ ഓഫ് കോണ്ടാക്ട് increased. When the area of contact increased, I can say that the pressure exerted will be less. അതുകൊണ്ട് തന്നെ if the pressure exerting is less, the camels can walk easily on the road. ഈസിലി നല്ല അടിപൊളി ഹാപ്പി ആയിട്ട് എൻ്റെ ക്യാമൽസ് എൻ്റെ ഈ സാൻഡിലൂടെ നടന്നു പോകും. അതാണ് സ്റ്റേറ്റ്മെൻറ്റ്. ക്യാമൽ ക്യാൻ വാക്ക് ഈസിലി ഓവർ സാൻഡ് because it has wide feet which allow them to walk on sand easily. കിട്ടിയടാ. ഇനി തൊട്ട് ഒട്ടകത്തിനെ നോക്കുമ്പോൾ ആ മുഖത്തോട്ട് മാത്രം നോക്കാതെ ആ കാലുകളിലൂടെ ശ്രദ്ധിക്കൂ. വലിയ പെരുസായ വലിയ കാലുകളാണ്. വലിയ കാലുകൾ കൊടുക്കാനുള്ള റീസൺ മനസ്സിലായോ? എന്തുകൊണ്ടാണ്? ആ വെയിറ്റ് മുഴുവൻ കാലല്ലേ താങ്ങുന്നത്. സോ വൈഡ് ഫീറ്റ് ആണെങ്കിൽ പ്രഷർ വിൽ ബി റെഡ്യൂസ്ഡ്. സോ ഇറ്റ് ക്യാൻ വാക്ക് ഈസിലി ഓൺ ദ സാൻഡ്. can walk easily on the stand. മനസ്സിലായോ? ദേ വീണ്ടും നമ്മൾ സോളിഡ്സ്, നമ്മൾ ഇത്രയും നേരത്തെ ഈ ക്യാമൽ വരെ നമുക്ക് ഡെയിലി ലൈഫിൽ നമ്മളെപ്പോഴും കാണാൻ പറ്റാവുന്ന, ലൈക്ക് നമുക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് തിങ്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന എക്സാമ്പിളായിരുന്നു നമ്മൾ ഇത്രയും നേരം പഠിച്ചത്. സോളിഡ്സ് ആണ് നമ്മൾ ഇത്രയും നേരം പഠിച്ച മിക്ക എക്സാമ്പിളും. സോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വിൽ ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ് എക്സേർട്ട് പ്രഷർ? ലിക്വിഡ്സും സോളിഡ്സ് മാത്രമല്ലല്ലോ, there are materials are classified into solids, liquids and gases. So the question is that, is there only solids acting pressure or is there the pressure acted by liquids and gases? ഇതാണ് എൻ്റെ ചോദ്യം. യെസ്, ഷുവറായിട്ടും സോളിഡ്സ് പോലെ തന്നെ ലിക്വിഡ്സും ഗ്യാസസും പ്രഷർ എക്സേർട്ട് ചെയ്യും. സോ ഇതിലേക്കാണ് നമ്മൾ പോകുന്നത്. വീണ്ടും ഞാൻ പറയുന്നു, ഈ ചാപ്റ്ററിലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആളാണ് പ്രഷർ എക്സേർട്ടഡ് ബൈ ലിക്വിഡ്സ്. എൻ്റെ മക്കൾക്ക് ദേ പിടിച്ചോ ഒരു ബോണസ് നമ്മളെപ്പോഴും ബോണസ് തരും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബോണസ് പോയിൻറ്റ്സ് തന്നുകൊണ്ടിരിക്കും. മെറ്റീരിയൽസ് ഏതൊക്കെയുണ്ട്, അല്ലെങ്കിൽ മെറ്റീരിയൽസ് എന്ന് വെച്ചാൽ ഏതൊക്കെയുണ്ട്, ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണ്? സോളിഡ്സ്, ലിക്വിഡ്സ്, ഗ്യാസസ്, ശരിയല്ലേ? സോ ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്, ഈ ലിക്വിഡ്സിനെയും ഗ്യാസസിനെയും കളക്റ്റീവ്ലി
called as fluids. ദേ ബോണസ് പിടിച്ചോ ബോണസ്. ഈ ലിക്വിഡ്സിനെയും ഗ്യാസസിനെയും കളക്റ്റീവ്ലി ഐ ആം കോളിങ് ഫ്ലൂയിഡ്സ്. സോ ഹയർ ക്ലാസ്സുകളിൽ എത്തുമ്പോൾ ഫ്ലൂയിഡ് എന്ന് പഠിക്കുമെടാ. പ്രഷർ എക്സേർട്ടഡ് ബൈ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ തന്നെ എന്ത് മനസ്സിലായി? ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്. ഫ്ലൂയിഡ് എന്ന് വെച്ചാൽ ഒന്നുമില്ലടാ. ഫ്ലൂയിഡ് എന്ന് വെച്ചാൽ ടു ഫ്ലോ, അതായത് ഫ്ലോ ചെയ്യാൻ പറ്റുന്ന വസ്തുക്കളെയാണ് ഫ്ലൂയിഡ്സ് എന്ന് വിളിക്കുക. സോളിഡ് ഫ്ലോ ചെയ്യുമോടാ? സോളിഡ് ഫ്ലോ ചെയ്യില്ല സാർ. അങ്ങനെയാണെങ്കിൽ ലിക്വിഡ്സിനും ഗ്യാസസിനും ഫ്ലോ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ദ ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ് ആർ കളക്റ്റീവ്ലി കോൾഡ് ആസ് ഫ്ലൂയിഡ്സ്. ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ് ആർ കളക്റ്റീവ്ലി കോൾഡ് ആസ് ഫ്ലൂയിഡ്സ്. തിരുമ്പി വന്നിട്ട് ഇങ്ങോട്ട് തന്നെ പ്രഷർ എക്സേർട്ടഡ് ബൈ ലിക്വിഡ്സിലോട്ട്. എന്താ ഈ ഒരു ലിക്വിഡിൽ ഞാനൊരു ബോട്ടിൽ സെയിം ഒരു ബോട്ടിൽ ഇത്രയും ഹൈറ്റിൽ വെള്ളമുണ്ട്, വാട്ടർ ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, അല്ലെങ്കിൽ ചോദിക്കുന്നു, ഈ ലിക്വിഡ്സിന് അകത്തെല്ലാം വേറെ കളറിടാം എല്ലാം ഇതുപോലെ വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാകുമല്ലോ. There are water molecules inside the water, right? So these molecules will exert pressure to the walls of the container. So the liquid molecules will exert pressure to the walls of the container. So that pressure is called pressure exerted by liquids. എന്താ പറഞ്ഞേ? The pressure exerted by liquid molecules on the walls of the container. നമ്മുടെ ലിക്വിഡ് ഒരു കണ്ടെയ്നറിലാണ് എടുത്തതെങ്കിൽ ആ കണ്ടെയ്നറിൽ എൻ്റെ ലിക്വിഡ് മോളിക്യൂൾസ് പ്രഷർ എക്സേർട്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് ഒരു ഏരിയയിൽ ഒരു ഫോഴ്സ് കൊടുത്താൽ പ്രഷർ ഉണ്ടാവില്ലേടാ. സോ ദാറ്റ് പ്രഷർ എക്സേർട്ടഡ് ബൈ ലിക്വിഡ് മോളിക്യൂൾസ് ഓൺ ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ ഈസ് കോൾഡ് ലിക്വിഡ് പ്രഷർ. മനസ്സിലായോ? ലിക്വിഡ് എടുത്തിട്ടുണ്ട്. ഇവിടെ ലിക്വിഡ് പ്രഷർ ഉണ്ടോ? ഇവിടെ ലിക്വിഡ് ഇല്ല. കാരണം ഇവിടെ ലിക്വിഡ് ഇല്ല. ലിക്വിഡ് ഉള്ള സ്ഥലത്ത് there will be the presence of liquid molecules, H2O, water molecules ഉണ്ട്. So that molecules or the particles of water will exert pressure on the surface of container. That pressure is termed as liquid pressure. എന്നാൽ ഇതുപോലെ തന്നെ ലിക്വിഡ് മാത്രമാണോ? അല്ല. ബലൂൺസ് കണ്ട ഉത്സവത്തിനൊക്കെ എല്ലാവരും ബലൂണൊക്കെ വാങ്ങി ടപ്പേ അങ്ങനെയൊക്കെ പഠിച്ചില്ലേ? ബലൂൺസിലും ഇതുപോലെ തന്നെ പ്രഷർ ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടോ? ഉണ്ട് സാർ. ഫ്ലൂയിഡ്സ് പ്രഷർ എക്സേർട്ട് ചെയ്യുമെന്നുണ്ടെങ്കിൽ ലിക്വിഡിനെ പോലെ ഗ്യാസ് മോളിക്യൂൾസും പ്രഷർ എക്സേർട്ട് ചെയ്യും. സോ ദ പ്രഷർ ആക്റ്റഡ് ബൈ ദ ഗ്യാസ് മോളിക്യൂൾസ്. നമ്മൾ ഒരു ബലൂൺ ബ്ലോ ചെയ്ത് വീർപ്പിക്കുന്ന സമയത്ത് ഗ്യാസ് മോളിക്യൂൾസ് ഇങ്ങനെ റാൻഡം മോഷനിലായിരിക്കും, ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കും. സോ ദീസ് ഗ്യാസ് മോളിക്യൂൾസ് വിൽ എക്സേർട്ട് എ pressure on the surface. So that surfaceൽ നമ്മുടെ ഗ്യാസ് മോളിക്യൂൾസ് ആക്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് പ്രഷർ എക്സേർട്ടഡ് ബൈ ഗ്യാസ് എന്ന് വിളിക്കുക. എപ്പോഴായിരിക്കും ഈ ബലൂൺ ടപ്പേ എന്ന് പൊട്ടുക? പേടിച്ചു പോയാൽ എപ്പോഴായിരിക്കും ബലൂൺ ടപ്പേ എന്ന് പൊട്ടുക? നമ്മൾ ഊതി ഈ ഒരു മെംബ്രെയിൻ മെംബ്രെയിന് താങ്ങാവുന്നതിലും വലിയ ഒരു പ്രഷർ ഈ അകത്തുനിന്ന് കിട്ടിക്കഴിഞ്ഞാൽ when the pressure inside the balloon increases, the balloon will burst out. ടപ്പേ ബലൂൺ പൊട്ടിപ്പോകും. ശരിയല്ലേ? സോ ലിക്വിഡ്സും ഗ്യാസസും പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ദ ലിക്വിഡ് മോളിക്യൂൾസ് എക്സേർട്ടിങ് pressure on the walls of the container is called as liquid pressure. Similarly, the pressure exerted by gas molecules is called pressure exerted by gas. വീണ്ടും ഞാൻ ഒരു ചോദ്യത്തിലോട്ട് പോവുകയാണേ. ഞാൻ ഈ ഒരു ബോട്ടിലിനെ കുറച്ച് I have divided it into 4 compartments. First 1, 2, 3, 4. സെയിം ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എൻ്റെ കയ്യിൽ ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. I am asking the question, will the pressure at 1, 2,
3 and 4 will be same. Is the pressure acting at first surface, second surface, third surface and fourth surface be the same? ഒരേ അളവിൽ സെയിം എമൗണ്ട് ഓഫ് പ്രഷർ ആയിരിക്കുമോ ഈ 4 പോയിന്റിലും ആക്ട് ചെയ്യുക? ഇതാണ് ചോദ്യം. ഈ ചോദ്യം ഓർത്ത് വെച്ചോ. വീണ്ടും ഞാൻ പറയുന്നു, ഇനിയുള്ള ക്ലാസ്സുകളിലോട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ഞാനിപ്പോൾ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് കണ്ടുപിടിക്കാൻ ഞാനൊരു എക്സ്പീരിമെൻ്റ് ചെയ്തത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം. നോക്കൂ. ആദ്യം മുഴുവൻ ഒന്ന് കാണണേ. നോക്കി. ഒരു ബോട്ടിലിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ കമ്പാർട്ട്മെൻ്റ് ആക്കി ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ഞാൻ ഇവിടെ ഒരു പോയിന്റിൽ ഒരു ഹോൾ ഇട്ടു. സോ ദ വാട്ടർ വിൽ കംസ് ഔട്ട് ഫ്രം ദാറ്റ് ഹോൾ. ശരിയല്ലേ? സോ ഇങ്ങനെയാണ് വാട്ടറിൻ്റെ ജെറ്റ് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നത്. ശരിയല്ലേ? സോ ഇനി ഞാൻ അടുത്ത പോയിന്റിലിട്ടു. സോ അടുത്ത പോയിന്റിലിട്ട സമയത്ത് ജെറ്റ് തൊട്ട് മുമ്പ് വന്നേക്കാൾ കുറച്ചുകൂടി സ്പീഡിൽ ദൂരോട്ട് പോകാൻ തുടങ്ങി. സോ ഇതാണ് എൻ്റെ ഒബ്സർവേഷൻ. മൂന്നാമത്തെ പോയിന്റിൽ കുറച്ചുകൂടെ ദൂരെ, നാലാമത്തെ പോയിന്റിൽ വീണ്ടും ദൂരെ, ഏറ്റവും താഴെ പോയിന്റിൽ കുറച്ചുകൂടി. സോ എന്താണ് ഞാൻ ഇതിൽ നിന്ന് ഒബ്സർവ് ചെയ്തത്? ഇഫ് ഐ ആം പുട്ടിങ് ദ ഹോൾ ഓൺ ദ ടോപ്പ് സർഫസിലാണ് ഞാൻ ഹോൾ ഇട്ടപ്പോൾ എൻ്റെ സ്പീഡ് ഓഫ് ജെറ്റ് മീൻസ് ദ സ്പീഡ് ഓഫ് വാട്ടർ കമ്മിങ് ഔട്ട് ഫ്രം ദാറ്റ് ഹോൾ ഈസ് ലെസ്. ആൻഡ് ഇഫ് ഐ എം മൂവിങ് ഡൗൺവേർഡ് ഈ പോയിന്റിൽ നിന്ന് ദ പ്രഷർ എന്ന് ഇപ്പോൾ പറയേണ്ട ദ സ്പീഡ് ഈസ് മോർ. റെഡി അല്ലേ? ഈ പോയിന്റിൽ സ്പീഡ് വീണ്ടും കൂടുന്നു, മാക്സിമം ആകുന്നു. ഇവിടുന്ന് മുകളിലോട്ട് പോകുമ്പോൾ കുറഞ്ഞു പോകുന്നു, താഴത്തോട്ട് വരുമ്പോൾ കൂടി വരുന്നു. എന്താടാ കാരണം? സോ ദ കൺസെപ്റ്റ് ഈസ് pressure is increasing downwards. Pressure increases with depth. കാരണം ഇവിടെ ആക്ട് ചെയ്ത പ്രഷർ കൂടുതലായതുകൊണ്ടല്ലേ ഇത്രയും ഫോഴ്സിൽ പോയത്. സോ ദ പ്രഷർ ആക്ടിങ് ഓൺ ഡൗൺ ഓഫ് ദ ബോട്ടിൽ ഈസ് മോർ. ദ പ്രഷർ ആക്റ്റഡ് ഓൺ ദ ഡൗൺ പാർട്ട് ഓഫ് ദ ബോട്ടിൽ ഈസ് മോർ വെൻ കമ്പയർഡ് ടു ദ അപ്പർ പാർട്ട്. ഇവിടെ പ്രഷർ ലെസ്സാണ്. സോ എന്തായിരിക്കും അതിൻ്റെ കാരണം? ദേ പിടിച്ചോ. സോ ഈ ഒരു പോയിന്റിൽ പ്രഷർ ആക്ട് ചെയ്യുന്ന ഫ്ലൂയിഡ് ഇത്രയുമുണ്ട്. സോ ദിസ് മച്ച് ഓഫ് ഫ്ലൂയിഡ് ഈസ് എക്സേർട്ടിങ് pressure on this hole, right? If I am considering this hole, only this much water is exerting pressure. ഇത്രയും വെള്ളത്തിൻ്റെ എഫക്റ്റാണ് ഈ പോയിന്റിൽ എനിക്ക് കിട്ടുന്നുള്ളൂ. പക്ഷേ ഈ ഒരു പോയിന്റിൽ ഐ ആം ഗെറ്റിംഗ് ദ എഫക്റ്റ് ഓഫ് പ്രഷർ. ഇത്രയും വെള്ളത്തിൻ്റെ എഫക്റ്റ് എനിക്ക് ഈ പോയിന്റിൽ കിട്ടും. അപ്പോൾ പറയടാ, എവിടെയായിരിക്കും പ്രഷർ കൂടുക? സോ ഹൈറ്റ് ഓഫ് കോളം എത്രത്തോളം മാക്സിമം ആണോ, ഇഫ് ദ ഹൈറ്റ് ഓഫ് വാട്ടർ കോളം ഈസ് ഇൻക്രീസിങ്, ദ പ്രഷർ ആക്റ്റഡ് ഈസ് ഇൻക്രീസിങ്. ശരിയല്ലേ? സോ ഈ ഒരു പോയിന്റിൽ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ഹിയർ ഓൺലി ഇത്രയും പോയിന്റേ ഉള്ളൂ, ഇത്രയും വെള്ളമുണ്ട്. സോ ദ pressure will be more than this point, but the pressure will be less than this point. ശരിയല്ലേ? ഇവിടെ only this much of water column is there, but here this much of water column is here. So if the height of water column, എഴുതി വെച്ചോ, if the height of water column increases, the pressure exerted on the depth will increase. മനസ്സിലായി? ഈ ഒരു കൺസെപ്റ്റ് മാത്രം എഴുതി വെച്ചോ. ദ ലിക്വിഡ് കോളത്തിൻ്റെ ഹൈറ്റ് കൂടുകയാണെങ്കിൽ ഡെപ്തിൽ പ്രഷർ ആക്ട് ചെയ്യുന്നത് കൂടും. സോ നമ്മളിപ്പോൾ കുറേ റാൻഡം പോയിൻറ്റ്സ് എടുത്താൽ പ്രഷർ വിൽ ബി മാക്സിമം അറ്റ് ഡൗൺ, താഴെയായിരിക്കും പ്രഷർ കൂടുക. ഇതിനേക്കാൾ കുറഞ്ഞ പ്രഷറായിരിക്കും ദ പ്രഷർ വിൽ ബി ലെസ് ആൻഡ് വെരി ലെസ്. സോ വെരി ലെസ് ആയിരിക്കും ഏറ്റവും ടോപ്പ് പോയിന്റിൽ. അതിൻ്റെ കാരണം ദർ ഈസ് നോ ലിക്വിഡ് കോളം എബവ് ദാറ്റ്. ഇഫ് ദ liquid column
present or the height of liquid column is more, the pressure acted will be more. Pressure acted will be more. ഈ കൺസെപ്റ്റ് എഴുതി മനസ്സിലാക്കി പഠിച്ചു വെച്ചോ. ഈ കൺസെപ്റ്റ് എഴുതി മനസ്സിലാക്കി പഠിച്ചു വെച്ചോ. ഉപകാരം വരും. വലിയ ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ ഇക്വേഷൻസ് പഠിക്കും. ഹൈറ്റും ഡെൻസിറ്റിയും വെച്ചിട്ടൊക്കെ വലിയ ഇക്വേഷൻസ് പഠിക്കും. ഇപ്പോൾ എൻ്റെ മക്കൾ കൺസെപ്റ്റ് മാത്രം പഠിയടാ. ആ സമയത്ത് ഇക്വേഷൻ പറയുമ്പോൾ ഈ ഒരു കൺസെപ്റ്റ് മാത്രം, ഹൈറ്റ് കൂടിയാൽ, ലിക്വിഡിൻ്റെ ഹൈറ്റ് കൂടിയാൽ പ്രഷർ കൂടും എന്ന് മാത്രം പഠിച്ചു വയ്ക്കൂ. ദേ പോകുന്നു. ഇതാണ് നിങ്ങൾ പഠിച്ചു വയ്ക്കേണ്ടത്. ഇനിയുള്ള 3 സ്ലൈഡുകൾ ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയുള്ള 3 സ്ലൈഡുകൾ ദേ നോക്കിക്കോ. ദ പ്രഷർ ദാറ്റ് എ fluid exert on the bottom of the container is dependent upon the height of liquid in the container. ഓൾറെഡി പറഞ്ഞ കാര്യമല്ലേടാ. അതായത് പിക്ചർ പോലെ കാണിക്കുന്നു. ദേ ഒരു വെസലിൽ there are 3 holes. So the maximum pressure will act here, right? അതുകൊണ്ടല്ലേ strongest jet. I am getting strongest jet. This is the weakest jet because at the point of weakest jet only this much of water column is present. So the amount of water column or the height of water column is less, pressure will be less. If the height of water column is more, more pressure will be exerted. So the concept or the point you want to remember is the pressure on a liquid exert on the bottom of the container. The pressure on a liquid exerts on the bottom of a container depends upon the height. This you have to study it. This you have to understand. This you have to study. It is dependent upon the height. This thing, ഇത് മറന്നു പോകരുത്. ഈ കാര്യം ഒരിക്കലും മറന്നു പോകരുത്. ഹൈറ്റിനെ ഡിപ്പെൻഡ് അപ്പോൺ ദ ഹൈറ്റിനെ നമ്മുടെ പ്രഷർ ഹൈറ്റ് ഓഫ് ദി വാട്ടറിനെ ഡിപ്പെൻഡ് ചെയ്യും. ദേ പിടിച്ചു. അടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റ്. The liquid exerts equal pressure on different points on the wall of the container having same depth. So ഇത്രയും നേരം നമ്മൾ ഒരു ബോട്ടിലിൻ്റെ ഹൈറ്റുകൾ ഇതേ ഇവിടെ ഒരു പോയിൻ്റ്, ഇവിടെ ഒരു പോയിൻ്റ്, ഇവിടെ ഒരു പോയിൻ്റ്, ഇവിടെ ഒരു പോയിൻ്റ്, അങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. സോ ഇൻ ദിസ് കണ്ടീഷൻ ഐ ആം പുട്ടിങ് ദ ഹോൾ ഓൺ ദ സെയിം ഹൈറ്റ്. സോ ഐ ആം പുട്ടിങ് ഹോൾ ഓൺ സെയിം ഹൈറ്റ് ഫ്രം ദ ഡെപ്ത്ത്. ഞാൻ എല്ലാ ഹോൾസും സെയിം ഡെപ്താണ്, എൻ്റെ സെയിം ഡെപ്താണ് എങ്കിൽ, സോ വാട്ട് ഐ ആം ഒബ്സർവിങ് ഹിയർ, ഇഫ് ദ ഹോൾസ് ആർ ഓൺ ദ സെയിം ഡെപ്ത്, ദ ജെറ്റ് വെലോസിറ്റി ഈസ് സെയിം ജെറ്റ് സ്പീഡ്. സോ സെയിം ജെറ്റ് സ്പീഡ് എന്ന് വെച്ചാൽ എന്താടാ? ഒരേ സ്പീഡിലാണ് എല്ലാ ജെറ്റിലും വാട്ടർ വരുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തു പറ്റി ഒരേ ജെറ്റിന് സ്പീഡാണെങ്കിൽ ഈ എല്ലാ പോയിന്റിലും ആക്ട് ചെയ്യുന്ന പ്രഷറോ ഒരേ പ്രഷറായിരിക്കും, സെയിം പ്രഷറായിരിക്കും. സോ ദേ പഠിച്ചോ അടുത്ത കൺസെപ്റ്റ്. ഒരേ ഡെപ്തിൽ ഇഫ് the pressure acting on same depth on different points, ഒരേ സെയിം ഡെപ്തിലുള്ള ഡിഫറെൻറ്റ് പോയിൻറ്റ്സിൽ സെയിം പ്രഷറായിരിക്കും. The liquid exert equal pressure on different points on the wall of the container having same depth. കിട്ടി സാർ, മനസ്സിലായി സാർ, കിടിലമായിട്ട് മനസ്സിലായി സാർ. ഒരേ ഹൈറ്റിലാണെങ്കിൽ സെയിം പ്രഷറായിരിക്കും, ഹൈറ്റ് കൂടുതലാണെങ്കിൽ പ്രഷർ മാറും. ശരിയല്ലേ? കിട്ടി, കൺസെപ്റ്റ് കിട്ടി. രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് സ്ലൈഡും ഇവിടെ തീരുകയാണ്. ഫസ്റ്റ് സ്ലൈഡിൽ പഠിച്ചു ഹൈറ്റ് ഓഫ് ദ വാട്ടർ കോളം. ഇഫ് ദ ഹൈറ്റ് ഓഫ് വാട്ടർ കോളം ഈസ് ഇൻക്രീസിങ്, ദ എഫക്റ്റ് ഓഫ് പ്രഷർ ഇൻക്രീസ് ചെയ്യും, ഓർ ദ എഫക്റ്റ് ഓഫ് പ്രഷർ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഹൈറ്റ് ഓഫ് വാട്ടർ കോളം. സെക്കൻഡ് സ്ലൈഡിൽ എന്താ പറഞ്ഞത്? സെയിം ഡെപ്തിലുള്ള ഡിഫറെൻറ്റ് പോയിൻറ്റ്സിലും സെയിം പ്രഷറായിരിക്കും. മനസ്സിലായോ? ദേ നോക്കട്ടെ അടുത്ത സ്ലൈഡിൽ എന്താ നടക്കുന്നത്? പ്രഷർ ആക്ട്സ് ഇൻ ഓൾ ഡയറക്ഷൻ. ഇതാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. പ്രഷർ ആക്ടിങ് ഇൻ ഓൾ ഡയറക്ഷൻ. ഒരു പ്ലാസ്റ്റിക് ബോൾ, ഐ എം ടേക്കിംഗ് എ പ്ലാസ്റ്റിക് കവർ ഫിൽഡ് വിത്ത് വാട്ടർ. എന്നിട്ട് ദേ വളരെ സന്തോഷം എല്ലാ സ്ഥലത്തും ഓരോ ഹോൾസ് അങ്ങോട്ട് ഇടറ.
ഒരു സ്ഥലത്തുനിന്ന് മാത്രമായിരിക്കുമോ വെള്ളം വരുന്ന പുറത്തോട്ട്? വെള്ളം എങ്ങോട്ടാ? എല്ലാം. അപ്പോൾ ഒരു ലിക്വിഡ് കംസ് ഔട്ട് ഫ്രം ഓൾ ഡയറക്ഷൻ, ശരിയല്ലേ? ഞാനൊരു കവറിൽ പല സ്ഥലത്ത് ഞാൻ ഹോൾസ് ഇട്ട് കഴിഞ്ഞാൽ എല്ലാ ഹോൾസിലോടും വെള്ളം പുറത്തോട്ട് ചാടും, ശരിയല്ലേ? അതിന് കാരണം എന്താടാ? സോ പ്രഷർ എല്ലാ സ്ഥലത്തോട്ടും എക്സേർട്ട് ചെയ്യുന്നുണ്ട്. പ്രഷർ എല്ലാ സ്ഥലത്തോട്ടും എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാടാ എൻ്റെ എല്ലാ ഹോൾസിലൂടെയും എൻ്റെ വാട്ടർ കംസ് ഔട്ട് ഇൻ ഓൾ ഡയറക്ഷൻ. സോ വാട്ടർ എല്ലാ ഡയറക്ഷനിലോട്ടും വരുന്നുണ്ടെങ്കിൽ ഈ വാട്ടർ വാട്ട് ഈസ് ദ റീസൺ ഫോർ വാട്ടർ കമ്മിങ് ഔട്ട്? പ്രഷർ അല്ലേ? പ്രഷർ എക്സേർട്ടഡ് ബൈ ലിക്വിഡ് അല്ലേ? സോ ദ റീസൺ ഫോർ pressure is the pressure exerted by liquids molecules, right? So if the water is coming out in every direction, I can conclude that the pressure is also acting in all directions. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചു, 3 എണ്ണം പഠിച്ചു. ഒന്നുകൂടെ കാണിച്ചു തരാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇത് പഠിക്കണം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. സെക്കൻഡ് വൺ ലിക്വിഡ് എക്സേർട്ട് സെയിം ഡെപ്തിൽ സെയിം പ്രഷർ എന്നുള്ള കൺസെപ്റ്റ്. മൂന്നാമത്തെ ആൾ പ്രഷർ ആക്ട്സ് ഇൻ ഓൾ ഡയറക്ഷൻ. പ്രഷർ ആക്ട്സ് ഇൻ ഓൾ ഡയറക്ഷൻ. കഴിഞ്ഞോ. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ഇനി ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ, ടെക്സ്റ്റ് ബുക്കിലും ബുക്സിലൊക്കെ ഒരുപാട് റൈറ്റിങ്സ് ഉണ്ട്. സോ എല്ലാം ഇഫ് ഐ എം ഇൻക്ലൂഡിങ് ഓൾ ദ റൈറ്റിങ്സ് ഓൺ ദ സ്ലൈഡ് നിങ്ങൾക്ക് ശരിക്കും ബോറടിക്കുവാടാ. നിങ്ങൾ പറയാം, അയ്യോ ഇതൊക്കെ വായിച്ചെടുക്കാൻ തന്നെ ഭ്രാന്ത് പിടിക്കുന്നു സർ. സോ കൺസെപ്റ്റ് ഇവിടുന്ന് പഠിയടാ. കൺസെപ്റ്റ് ഞാൻ നല്ല ക്ലിയർ ആക്കി പറഞ്ഞു തരടാ. എന്നിട്ട് ഇപ്പോൾ തന്നെ അല്ലെങ്കിൽ ഈ ഒരു സെഷൻ കഴിയുമ്പോൾ തന്നെ പ്രഷർ എന്നുള്ള ഭാഗത്തിൻ്റെ ടെക്സ്റ്റിലെ പോയിൻറ്റ്സ് വായിച്ചാൽ ഐ ആം ഷുവർ കിടിലമായിട്ട് ഇനി നിങ്ങൾ പരീക്ഷയ്ക്ക് മാത്രം ഈ പാഠം നോക്കിയാൽ മതി. ഇപ്പോൾ തന്നെ ക്ലിയർ ആയിട്ട് ഈ കൺസെപ്റ്റൊക്കെ പഠിച്ചു പോയാൽ നിങ്ങൾ പരീക്ഷയ്ക്ക് മാത്രം നിങ്ങൾ ഇനി നോക്കിയാൽ മതി. സോ ടെക്സ്റ്റിൽ കണ്ടിട്ടുള്ള 2 എക്സാമ്പിളൂടെ കാണിച്ചു തരാം. സോ ഒരു ഗ്ലാസ് ട്യൂബ്. ഇനീഷ്യലി ദിസ് ഈസ് ദ ഗ്ലാസ് ട്യൂബ് ആൻഡ് ഐ ഫിൽഡ് വാട്ടർ ടു ദിസ് മച്ച് ഹൈറ്റ് ആൻഡ് ഒരു റബ്ബർ ബോൾ അല്ലെങ്കിൽ ഒരു റബ്ബർ കവർ ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സോ ഇഫ് ദ ഹൈറ്റ് ഓഫ് ലിക്വിഡ് ഈസ് ദിസ് മച്ച്, ദ ബോൾ വിൽ റൈസസ് ഓർ ദ ബോൾ വിൽ ഇൻക്രീസ് ദ സൈസ് ടു ദിസ് മച്ച്. ഓക്കെ. In the same tube, I am adding more water and I just increased the height of liquid column to this much. So ഇത്രയും ഹൈറ്റിലൂടെ ഞാൻ വെള്ളം ആഡ് ചെയ്തു. സോ വാട്ട് ഐ എം ഒബ്സർവിങ് ഈസ് ദാറ്റ് ദ സൈസ് ഓഫ് ദ റബ്ബർ സ്ട്രെച്ച് വിൽ ഇൻക്രീസ്ഡ്. സോ സ്ട്രെച്ച് ചെയ്ത നമ്മുടെ ഈ ഒരു റബ്ബർ ഒരു ക്ലോത്തിൻ്റെ സൈസ് ഇൻക്രീസായി. സോ ഇൻക്രീസ് ആവാൻ കാരണം എന്താ? അതെ ഹൈറ്റ് കൂടിയപ്പോൾ ഈ ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്ന പ്രഷറിൻ്റെ ഹൈറ്റ് കൂടി liquid height increased, pressure acting increased. Here the height of liquid column is less, so pressure is less. Here pressure is more. മനസ്സിലായോ? What is the reason for increasing the pressure at that point? Because the height of liquid column above this point is more than the previous one, so the pressure will act more than the previous one because the height of the column is increased from previous situation to this situation. So same scenario വെച്ചിട്ട് ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തേടാ. ഒന്നുമില്ലടാ, ഒരു ബോട്ടിൽ ഒരു ഹോൾ വെച്ചിട്ട് ഒരു ബലൂൺ പോലത്തെ ഒരു സാധനം, എന്തെങ്കിലും ഒരു ബലൂൺ പോലത്തെ ഒരു സ്ട്രക്ചർ വെച്ചു. എന്നിട്ട് നമ്മൾ എന്ത് മനസ്സിലാക്കി? ഇങ്ങനൊരു ഹോൾ വെച്ച് ഇവിടെ വെച്ച സമയത്ത് ഇതിൻ്റെ സൈസ് ഇൻക്രീസ് ആകുന്നു. കാരണം എന്താ സൈസ് ഇൻക്രീസ് ആവാൻ കാരണം എന്താ? നമ്മൾ ഓൾറെഡി പഠിച്ചു. വി ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് ദാറ്റ് ദ ലിക്വിഡ് മോളിക്യൂൾസ് വിൽ എക്സേർട്ട് pressure on the wall, so the same pressure will exert on the wall of the balloon also. So that is the pressure exerted by liquid molecules on the walls is the reason for increasing the size of the balloon. മനസ്സിലായോ? ഇതിൻ്റെ റൈറ്റിംഗ് ഒന്നും കണ്ട് നിങ്ങൾ ടെക്സ്റ്റിൽ പേടിക്കേണ്ട. ഞാൻ ഈ പറഞ്ഞ കാര്യം അവർ ടെക്സ്റ്റിൽ ആക്ടിവിറ്റി പോലെ പറഞ്ഞു എന്നേ ഉള്ളൂ. കൺസെപ്റ്റ് കിട്ടിയോ? കിടക്കുന്നു അടുത്ത പോയിന്റിലോട്ട്.
ലാസ്റ്റ് സെഷനിലോട്ടാണ് നമ്മൾ കടന്നിരിക്കുന്നത്. ഇത്രയും നേരം നമ്മൾ പ്രഷർ എന്താണെന്ന് പഠിച്ചു, ദ ഡെഫിനിഷൻ ഓഫ് പ്രഷർ പഠിച്ചു, അതിൻ്റെ ഇക്വേഷൻ പഠിച്ചു, പ്രഷറിൻ്റെ യൂണിറ്റ്സ് പഠിച്ചു. പിന്നെ നമ്മൾ കുറച്ച് വി ഡിസ്കസ്ഡ് വിത്ത് സം ഡെയിലി ആക്ടിവിറ്റീസ് ഇൻ വിച്ച് പ്രഷർ ഈസ് ഇൻവോൾവ്, അതും പഠിച്ചു. പിന്നെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഈ ചാപ്റ്ററിലെ കൺസെപ്റ്റായ പ്രഷർ എക്സേർട്ടഡ് ബൈ ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ് എന്നുള്ള കൺസെപ്റ്റും പഠിച്ചു. അതിലെ 3 ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളും എൻ്റെ മക്കൾ പഠിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഏറ്റവും അവസാനമായി നമ്മൾ കിടക്കാൻ പോകുന്നു അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന കൺസെപ്റ്റിലോട്ട്. എന്താ അറ്റ്മോസ്ഫിയറിക് പ്രഷർ? എന്താണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മുടെ ഭൂമിയുടെ ചുറ്റിലും ഒരുപാട് ലെയേഴ്സ് ഉണ്ട്. നമ്മൾ സോഷ്യലൊക്കെ പഠിച്ചു കാണും, ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, അങ്ങനെ ഓരോരോ സ്ഫിയർ, മീസോസ്ഫിയർ എന്നൊക്കെ പറഞ്ഞിട്ട് ദ സർഫസ് ഓഫ് അറ്റ്മോസ്ഫിയർ, നമ്മുടെ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയർ ഡിഫൈൻഡ് ഇൻ ടു ഡിഫറെൻറ്റ് ലെയേഴ്സ്. ശരിയല്ലേ? ഓരോ ലെയറിലും നമുക്കറിയാം ഒത്തിരി ഗ്യാസസ് പ്രസൻ്റാണ്. നൈട്രജൻ, ഓക്സിജൻ, അങ്ങനെ പല ഗ്യാസസ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ട്. സോ ദ പ്രഷർ എക്സേർട്ടഡ് ബൈ these gases on the surface of earth is called atmospheric pressure. മനസ്സിലായോ? The pressure, the layer of gases present in the atmosphere exert a pressure on the earth is called, വളരെ സിമ്പിൾ അല്ലേ? ദ ലെയേഴ്സ് ഓഫ് ഗ്യാസസ് നമുക്കറിയാം. എർത്തിൻ്റെ സർഫസ് ആണെങ്കിൽ ഓരോ ലെയേഴ്സ് ഉണ്ട്. ഈ ഓരോ ലെയേഴ്സും നമ്മുടെ എർത്തിൻ്റെ മുകളിൽ എക്സേർട്ട് ചെയ്യും. എക്സേർട്ട് ചെയ്യും? ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യും. പ്രഷർ ഓൺ എർത്തിലൊരു പ്രഷർ എക്സേർട്ട് ചെയ്യും. സോ ഈ പ്രഷറിനെ ഞാൻ വിളിക്കും, നിങ്ങളും വിളിക്കും, നമ്മൾ ഒരുമിച്ച് വിളിക്കും അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് വിളിക്കും. സോ ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ലെയേഴ്സ് ഓഫ് ഗ്യാസസ് ഓഫ് അറ്റ്മോസ്ഫിയർ ഓൺ ദ സർഫസ് ഓഫ് ഓൺ ദ എർത്ത് ഈസ് കോൾഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. വീണ്ടും നിങ്ങളെ ഒരു ചോദ്യത്തിലോട്ട് കൊണ്ടുപോകുന്നു. ഞാൻ ഇതാണ് എൻ്റെ എർത്ത് എന്ന് വിചാരിക്കുക. ഇതിന് ചുറ്റും ഇങ്ങനെ കുറേ അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ, അതായിരിക്കുമല്ലോ പ്രഷർ എക്സേർട്ട് ചെയ്യുക. സോ ഐ ആം കൺസിഡറിങ് ദ one section of atmosphere like this. Atmosphere ചുറ്റിലുണ്ട്. I am considering only this much height, and I again divided this height into different parts. Part A, part B, part C, part D. Question. Pressure exerted on point A, B, C and D. Is the pressure exerted, the value of pressure exerted is same or not? Same question. പക്ഷേ ഇതിനൊരു ക്ലൂ ഉണ്ടടാ. ലിക്വിഡ്സ് നിങ്ങൾ പഠിച്ചപ്പോൾ ഞാൻ ചോദിച്ച കൺസെപ്റ്റ് ഇതിൽ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇതിന് ഉത്തരം പറയാൻ പറ്റും. എൻ്റെ ചോദ്യം വളരെ സിമ്പിളാണ്. ഞാൻ സിമ്പിൾ ചോദ്യങ്ങൾ മാത്രമേ ഞാൻ ചോദിക്കാറുള്ളൂ. ഞാൻ ചോദിക്കുന്നു, എ എന്നുള്ള പോയിന്റിലും ബി എന്നുള്ള പോയിന്റിലും സി എന്നുള്ള പോയിന്റിലും ഡി എന്നുള്ള പോയിന്റിലും ആക്ട് ചെയ്യുന്ന അറ്റ്മോസ്ഫിയറിക് പ്രഷർ സെയിം ആണോ? കാരണം അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് വെച്ചാൽ എർത്തിൻ്റെ സർഫസിൽ ആക്ട് ചെയ്യുന്ന പോയിന്റ്, അല്ലെങ്കിൽ ഓരോരോ പോയിന്റിൽ അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ് മൂലമുണ്ടാകുന്ന പ്രഷറാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ, എയിലാണോ, ബിയിലാണോ, സിയിലാണോ, ഡിയിലാണോ, വേർ വിൽ ബി ദ പ്രഷർ ഈസ് മാക്സിമം ആൻഡ് വേർ വിൽ ബി ദ പ്രഷർ ഈസ് മിനിമം? ഞാൻ ആൻസർ പറയാം. I can surely say that the pressure acting on the point D is maximum and the pressure exerted on the point A is minimum. Because എന്തായിരുന്നു ലിക്വിഡ് കൺസെപ്റ്റ്? യു ജസ്റ്റ് ട്രൈ ടു ഇൻക്ലൂഡ് ദ കൺസെപ്റ്റ് യു സ്റ്റഡീഡ് ഇൻ ദ ലിക്വിഡ് പ്രഷറിൽ നിങ്ങൾ പഠിച്ച കൺസെപ്റ്റ് ഒന്ന് എറിഞ്ഞ് നോക്കിയാടാ. നോക്കിയോ ഈ ഒരു പോയിന്റ്, വെൻ ഐ ആം considering this point, the layers of gases are this much. ശരിയല്ലേ? ഈ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പോയിന്റ്
കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇത്രയും ഹൈറ്റിലുള്ള പ്രഷർ ഇവിടെ എക്സേർട്ട് ചെയ്യും, ശരിയല്ലേ? എന്നാൽ സി എന്നുള്ള പോയിന്റിലാണെങ്കിലോ ഓൺലി ദീസ് മച്ച് അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ് ആർ എക്സേർട്ടിങ് pressure here. What about B? Only this much height is exerting pressure on B. And what about A? Only this much layer of gases are exerting pressure on A. So I can say that if the height is increasing, pressure is reducing. ശരിയല്ലേ? atmospheric pressure is decreasing when we move up. ഈ കൺസെപ്റ്റ് പഠിച്ചോ, ഈ സ്റ്റേറ്റ്മെന്റ് എഴുതി വെച്ചോ. as the height increases, എഴുതിക്കോ, എൻ്റെ കൂടെ എഴുതിക്കോ. as the altitude എന്ന് വെച്ചാൽ എന്താടാ? ഹൈറ്റ് തന്നെയാടാ. if the altitude increases, pressure reduces. if the altitude increases, pressure reduces. ശരിയല്ലേ? if the altitude increases, pressure reduces. ആൾട്ടിറ്റ്യൂഡ് ഹൈറ്റിലോട്ട് പോകുന്തോറും, നമ്മുടെ ഭൂമിയുടെ ഹൈറ്റ് കൂടുന്തോറും, ഹൈറ്റിലേക്ക് പോകുന്തോറും ഈ കൺസെപ്റ്റ് പഠിക്കും. ഹൈറ്റിലേക്ക് കൂടുന്തോറും, ഹൈറ്റിലോട്ട് വെൻ വി മൂവ് ടു ഹയർ ആൾട്ടിറ്റ്യൂഡ്, നമ്മുടെ ഭൂമിയിൽ തന്നെ ഒരേ ലെവലിലാണ് സെയിം. ഇഫ് ദ എവറി ലാൻഡ് ഇൻ സെയിം ലെവൽ ഇൻ ദ എർത്തിൽ എല്ലാം സെയിം ലെവലിലാണോ? അല്ല സാർ, ഓരോ ഹൈ മൗണ്ടെയിൻസ് ഉണ്ട്, നമ്മുടെ ഹിമാലയാസ് പോലത്തെ, എവറസ്റ്റ് പോലത്തെ കൊടുമുടികളുണ്ട്. സോ ഹൈറ്റ് കൂടുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇഫ് യു ആർ സ്റ്റാൻഡിങ് ഓൺ സീ ലെവൽ, എന്താ സീ ലെവൽ എന്ന് വെച്ചാൽ? സാർ കാണിച്ചു തരാം. സീ ലെവൽ എന്ന് വെച്ചാൽ ഇതാണ് സീ ലെവൽ. നമ്മൾ ഇവിടെ നിൽക്കുന്നു, ഞാൻ എവറസ്റ്റ് ഒക്കെ കയറി ഏറ്റവും ടോപ്പിലും നിൽക്കുന്നു. എവിടെയായിരിക്കും പ്രഷറിൻ്റെ വാല്യൂ മാക്സിമം ഉണ്ടായിരിക്കുക? നിങ്ങൾ പഠിച്ച കൺസെപ്റ്റ് അല്ലേ? ഹൈറ്റ് കൂടുകയാണെങ്കിൽ ഇഫ് ദ ഹൈറ്റ് ഈസ് ഇൻക്രീസിങ് pressure reduces. So ഇവിടെ maximum pressure sea level. ഒരു ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഇപ്പം തന്നെ പിടിച്ചോ. വേർ വിൽ ബി ദ മാക്സിമം പ്രഷർ എക്സേർട്ടഡ്? സീ ലെവലിലാണ് നമ്മുടെ മാക്സിമം പ്രഷർ ഉണ്ടായിരിക്കുക. എയർ പ്രഷർ വിൽ ബി മാക്സിമം അറ്റ് സീ ലെവൽ. വെൻ വി മൂവ്സ് അപ്പ്, pressure is reduced. So here will be minimum pressure is exerted on the height or the altitude. If we move from ground level to higher altitude, the pressure will be less. മനസ്സിലായോ? വീണ്ടും ഒരു ഇമ്പോർട്ടൻ്റ് ആൾ. നമ്മൾ ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞില്ലേടാ, നമ്മൾ എങ്ങനെയാടാ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ഡിഫൈൻ ചെയ്യുന്നത്? ഡെഫിനിഷൻ പഠിച്ചു, അതിനൊരു യൂണിറ്റ് ഉണ്ടടാ. അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഒരു യൂണിറ്റ് ഉണ്ടടാ. പക്ഷേ സാർ, പ്രഷറിന് ഓൾറെഡി ഒരു യൂണിറ്റ് ഇല്ലേ? പാസ്കലിൽ പറഞ്ഞാൽ പോരെ? പക്ഷേ പാസ്കലിൽ പറയുന്നതിനേക്കാൾ ബെറ്ററായിട്ടുള്ള ഒരു യൂണിറ്റ് ഉണ്ട് അറ്റ്മോസ്ഫിയറിക് പ്രഷറിന്. അതിനെ ഞാൻ വിളിക്കും, നിങ്ങളും എൻ്റെ കൂടെ വിളിക്കണം. 1 ATM. ഒരു ATM, പൈസ ഇടുന്ന ATM അല്ല. ATM എന്ന് വെച്ചാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്നാണ്. 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്നാണ്. 1 അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ വാല്യൂ കണ്ടാൽ നിങ്ങൾ ഞെട്ടും. 101.325. ഇത്രയും പാസ്കലാടാ. എന്തുകൊണ്ടാണ് പാസ്കലിൽ പറയാത്തതെന്ന് മനസ്സിലായോ? പാസ്കൽ വെച്ച് പറയുകയാണെങ്കിൽ 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് വെച്ചാൽ 101.325. ഇത്രയും പാസ്കലാണെന്ന് ലാക്കൊക്കെ വന്ന് പറയേണ്ടി വരത്തില്ലേ? സോ അത് ഡിഫിക്കൽട്ട് അല്ലേ? അതുകൊണ്ട് ഇത്രയും പാസ്കലിനെ ഞാൻ വിളിക്കും 1 ATM. സോ എഴുതി വെച്ചോ. പാസ്കലിൻ്റെ യൂണിറ്റ് മീൻസ് അറ്റ്മോസ്ഫിയറിക് പ്രഷറിൻ്റെ വാല്യൂ എഴുതി വെച്ചോളൂ, പഠിച്ചോളൂ. 1 ATM is equal to 101.325 പാസ്കൽ. 101.325 പാസ്കൽ എന്ന് വെച്ചാൽ വേറൊരാളും കൂടിയുണ്ട്. എന്താണ്? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. സെയിം ആണ് 101. ചിലപ്പോൾ
നിങ്ങളുടെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിൽ 1 ATM ഈസ് ഈക്വൽ ടു ABCD എന്നൊക്കെ ഉണ്ടാവും. സോ കറക്റ്റായിട്ട് എൻ്റെ മക്കൾ കറക്റ്റായിട്ട് കൃത്യമായിട്ട് ഈ ഓപ്ഷനെ പിക്ക് ചെയ്യും. 101,325 പാസ്കൽ എൻ്റെ മക്കൾ അത് പിക്ക് ചെയ്യും, എനിക്ക് ഉറപ്പാണ്. വീണ്ടും ഒരു ബോണസ് പഠിച്ചു വെച്ചോളൂ. എടാ, പ്രഷറിന് ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്ന യൂണിറ്റ് അല്ലാതെ ഇഷ്ടം പോലെ യൂണിറ്റുകൾ ഇനിയുമുണ്ടടാ, ഇഷ്ടം പോലെ യൂണിറ്റുകളുണ്ട്. വലിയ ക്ലാസ്സിലോട്ട് പോകുമ്പോൾ യൂണിറ്റുകളുടെ ഒരു പേമാരി തന്നെ വരുമടാ. ആരും പേടിക്കരുത്, പൊരുതണം, ഫൈറ്റ് ചെയ്യണം. പക്ഷേ ഇപ്പോൾ ഒരു ബോണസ് കൂടി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നു, പേടിക്കേണ്ട, പഠിച്ചു വെച്ചോളൂ. അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ അല്ലെങ്കിൽ പ്രഷറിന് മറ്റൊരു യൂണിറ്റ് കൂടിയുണ്ട്. ആ യൂണിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബാർ. എന്താണ്? ബാർ. BAR, ബാർ എന്നും നമ്മൾ പ്രഷറിൻ്റെ ഒരു യൂണിറ്റാണ് ബാർ എന്ന് വെച്ചാൽ. അതായത് ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് വെച്ചാൽ എത്ര ബാറാണെന്ന് കൂടി എൻ്റെ മക്കൾ പഠിച്ചു വെച്ചോ. എത്ര ബാറാണെന്ന് പഠിക്കാൻ എളുപ്പമാണ്. എത്ര പാസ്കൽ ആണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. സോ യു നോ ദാറ്റ് 1 ATM ഈസ് ഈക്വൽ ടു 101,325 Pascal, right? So instead of writing Pascal, you can write bar, but the value is 1 point. So you have to insert a point after 1. So the value of 1 atmospheric pressure is 1.01325 bar. മനസ്സിലായോ? ഒരു ATM എന്ന് വെച്ചാൽ ഇത്രയും പാസ്കൽ ആണെങ്കിൽ 1 ATM എന്ന് വെച്ചാൽ 1 നിയർലി അപ്രോക്സിമേറ്റ്ലി 1 ബാർ തന്നെയാണ്. എന്നാലും ആക്ച്വൽ വാല്യൂ ടെക്സ്റ്റിലും നോട്ട്സിലൊക്കെ ഉള്ളത് 1.01325 ബാറാണ്. കൺസെപ്റ്റ് കിട്ടിയോ? പ്രഷർ എന്താണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഹൈറ്റ് കൂടുമ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയും. ഉയരം കൂടുന്തോറും ചായയുടെ പരസ്യമല്ലടാ, ലാലേട്ടൻ്റെ ചായയുടെ പരസ്യമല്ലടാ. ഉയരം കൂടുന്തോറും ചായയുടെ സ്വാദ് കൂടുമെന്ന് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാൻ പറയുന്നു, ഉയരം കൂടുന്തോറും പ്രഷറിൻ്റെ വാല്യൂ കുറയുമെടാ. ഇനി അങ്ങോട്ട് പഠിച്ചു വെച്ചോടാ. ലാലേട്ടൻ പറയുന്നത് പോലെ തന്നെ ഉയരം കൂടുന്തോറും പ്രഷറിൻ്റെ വാല്യൂ കുറയും. അങ്ങനോടെ പഠിയടാ, ലാലേട്ടൻ പറയുന്ന പോലെ പഠിയടാ. എന്നാൽ ഒരിക്കലും ഇങ്ങനത്തെ കഥകൾ വെച്ച് പഠിച്ചാൽ നമ്മൾ മറന്നു പോകില്ലടാ. സോ ഒന്നുകൂടി പറയാം, ഉയരം കൂടുന്തോറും പ്രഷറിൻ്റെ വാല്യൂ കുറയും. ഉയരം കൂടുന്തോറും പ്രഷറിൻ്റെ വാല്യൂ കുറയുമടാ. സോ ആസ് ദ ഹൈറ്റ് ഇൻക്രീസസ് ദ വാല്യൂ ഓഫ് പ്രഷർ ഡിക്രീസസ്. ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ഒരു സിറ്റുവേഷൻ കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ ചേട്ടന്മാർ വെക്കേഷനൊക്കെ ആകുമ്പോൾ നമ്മൾ കടലിലും ഇവിടെ പാർക്കിലൊക്കെ പോകുമ്പോൾ നമ്മുടെ ചേട്ടന്മാർ ഹിമാലയ പോലെ, എവറസ്റ്റ് പോലെ ലെവൽ കളിയാടാ. ഇങ്ങനെ പോകുന്ന ആൾക്കാർക്ക് ഒരു പ്രശ്നം പറ്റും. ആ ഒരു പ്രശ്നമാടാ നോസ് ബ്ലീഡിങ് എന്ന് വെച്ചാൽ. അതായത് ഹയർ ഹൈറ്റിലോട്ടൊക്കെ പോകുന്ന സമയത്ത്, ഇതുപോലെ ഹൈറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ പഠിച്ചു അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ത് പറ്റും? അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയും. എടാ, ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയുമ്പോൾ ഒരു പ്രശ്നമുണ്ടടാ. അതിനു മുമ്പ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ ഞാനും നിങ്ങളും ഇവിടെയുള്ള എല്ലാവരും ഇവിടെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ബോഡിയിൽ ഈസ് ദർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആക്ടിങ് ഓർ നോട്ട്? ടഫ് ക്വസ്റ്റ്യൻ. ഇയാൾക്ക് ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ, ഉത്തരങ്ങളുണ്ടല്ലോ. ഞാൻ ചോദ്യങ്ങൾ തന്നിട്ട് ഉത്തരങ്ങൾ തരുന്നുണ്ടല്ലോ. ആദ്യം ഒന്ന് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നോക്കൂ. ഞങ്ങൾ ചോദിച്ചു പോവുകയാണ് സുഹൃത്തുക്കളെ. ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത്, ഞാനിവിടെ ഇങ്ങനെ സഡനായിട്ട് സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന സമയത്ത് സ്റ്റുഡിയോയിലാണ്. ഇവിടെ എയേഴ്സ് ഉണ്ട്, ഗ്യാസസ്, അങ്ങനത്തെ എയർ എന്തായാലും ഉണ്ടായിരിക്കുമല്ലോ. ഈ എയർ എൻ്റെ ബോഡിയിൽ പ്രഷർ ആക്ട് ചെയ്യുമടാ. ആ പ്രഷറിൻ്റെ പേരാടാ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ആ പ്രഷറിൻ്റെ പേരാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ, ഞാൻ എന്നെ വരയ്ക്കാം. ഇതെന്തോടത്? എൻ്റെ മുകളിലും ആരാക്ട് ചെയ്യുന്നുണ്ട്? ചിരിച്ചുകൊണ്ട് നിൽക്കാം. ആരാക്ട് ചെയ്യുന്നുണ്ട്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ എല്ലാ ബോഡി പാർട്സിലും, എൻ്റെ എല്ലാ ബോഡിയിലും എൻ്റെ പ്രഷർ, എൻ്റെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ടടാ. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ, ഇതെൻ്റെ സ്കിന്നാണെന്ന് വിചാരിക്കുക. എൻ്റെ സ്കിന്നാണെന്ന് വിചാരിക്കുക.
അറ്റ്മോസ്ഫിയറിക് പ്രഷർ വളരെ ഹാപ്പി ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്നുണ്ട്, പ്രഷർ എക്സേർട്ട് ആവുന്നുണ്ട്. എന്നാൽ എനിക്കൊരു രക്ഷകനുണ്ട്. ഈ പ്രഷറിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു നായകനുണ്ടടാ, ഒരു ഹീറോ ഉണ്ടടാ. ആ ഹീറോ ആടാ എൻ്റെ ബ്ലഡ് പ്രഷർ. എൻ്റെ ബ്ലഡ് പ്രഷർ എടാ, എൻ്റെ ബ്ലഡ് ഇങ്ങനെ ഉള്ളിൽ കൂടെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേടാ. ഈ ബ്ലഡ് എൻ്റെ സ്കിന്നിൽ പ്രഷർ ആക്ട് ചെയ്യും. പ്രഷർ എക്സേർട്ടഡ് ബൈ ലിക്വിഡ്സ് നമ്മൾ പഠിച്ചു. എൻ്റെ ബ്ലഡിലുള്ള മോളിക്യൂൾസ് ഓഫ് ബ്ലഡ് വിൽ എക്സേർട്ട് പ്രഷർ ഓൺ ദ വാൾ ഓഫ് ദ കണ്ടെയ്നർ. ഇവിടെ കണ്ടെയ്നർ ഞാനാടാ, എൻ്റെ ബോഡിയാടാ കണ്ടെയ്നർ. സോ എൻ്റെ സ്കിന്നിൽ ബ്ലഡും എന്ത് ചെയ്യും? പ്രഷർ ആക്ട് ചെയ്യും. സോ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനിൽ, അതായത് നോർമൽ കണ്ടീഷനിൽ ഇപ്പോൾ ഞാനും നിങ്ങളും ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ബോഡിയിൽ ദ വാല്യൂ ഓഫ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആക്റ്റഡ് ഓൺ യുവർ ബോഡി ഈസ് കോമ്പൻസേറ്റഡ് ബൈ ദ പ്രഷർ എക്സേർട്ടഡ് ബൈ യുവർ ബ്ലഡ്. മനസ്സിലായോ? നിങ്ങളുടെ ബ്ലഡ് ആക്ട് ചെയ്യുന്ന പ്രഷറും നിങ്ങളുടെ അറ്റ്മോസ്ഫിയർ ആക്ട് ചെയ്യുന്ന പ്രഷറും തമ്മിൽ ഈക്വലായി ബാലൻസ് ചെയ്ത് പോകുന്നത് കൊണ്ടാണ് നമ്മൾ നല്ല ഹെൽത്തി ആയിട്ട് ഇവിടെ ഇരിക്കുന്നത്. ഇതിൻ്റെ കുറച്ച് മെഡിക്കൽ കാര്യം നിങ്ങളൊക്കെ വീട്ടിൽ ചിലപ്പോൾ പാരൻസോ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസ് ഒക്കെ ചിലപ്പോൾ പറഞ്ഞ് കേൾക്കാൻ ചാൻസ് ഉള്ള ഒരു ഡിസീസുണ്ട്. പ്രഷറുണ്ട്, ഹൈ പ്രഷറുണ്ട്, ലോ പ്രഷറുണ്ട്. എന്താടാ അത്? ചുമ്മാ ഒരു അഡീഷണൽ ഇൻഫർമേഷനാണ്, നമുക്ക് അറിഞ്ഞിരിക്കണമല്ലോ. നമ്മളിതൊക്കെ അറിഞ്ഞിരിക്കാൻ സമയമായല്ലോ. എന്താണ് ഹൈ പ്രഷർ എന്ന് വെച്ചാൽ, എൻ്റെ ബ്ലഡ് എൻ്റെ സ്കിന്നിൻ്റെ എൻ്റെ വെസൽസ്, ശരിക്കും സ്കിന്നല്ല ബ്ലഡ് വെസൽസ് ഇല്ലേ, ഈ വെസൽസിൽ എൻ്റെ ബ്ലഡ് ആക്ട് ചെയ്യുന്ന പ്രഷർ കൂടുതലായിരിക്കുമെടാ. ഹൈ ബി പി ഉള്ള പാവങ്ങൾക്ക്, ഹൈ ബി പി ഉള്ള ആൾക്കാർക്ക് പ്രഷർ എക്സേർട്ടഡ് ബൈ ബ്ലഡ് കൂടുതലായിരിക്കും. അവരുടെ ബ്ലഡ് പ്രഷർ കൂടുതലായിരിക്കും. സോ അത് ഡേഞ്ചറാടാ. കാരണം നമ്മുടെ വെസൽസ് ഒക്കെ ബ്രേക്ക് ആവാനും, പ്രഷർ കൂടിക്കഴിഞ്ഞാൽ ബലൂൺ പൊട്ടുന്ന പോലെ ടപ്പേ എന്ന് പൊട്ടാൻ സാധ്യതയില്ലടാ. അതുപോലെ തന്നെ ബ്ലഡിൻ്റെ പ്രഷർ കൂടുതലാണെങ്കിൽ ബ്ലഡ് വെസൽസ്, ആർട്ടറീസ്, വെയിൻസ് ഒക്കെ ബ്രേക്ക് ആവാൻ ചാൻസ് ഉണ്ടാ. അതാടാ ഈ അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കാറില്ലേടാ. അതെന്തുകൊണ്ടാടാ? ഹൈ ബ്ലഡ് പ്രഷർ കൊണ്ടാടാ. ഇതുപോലെ തന്നെ മറ്റൊരു കാര്യം ചിലപ്പോൾ കേൾക്കും, ലോ പ്രഷറാണെന്നും കേൾക്കാറുണ്ടാ. ബ്ലഡിൻ്റെ പ്രഷർ കുറവാണെങ്കിലും പ്രശ്നമാടാ. നോർമൽ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും പ്രശ്നമാടാ. നോർമലി ഒരു ലാബിലൊക്കെ പോകുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു അളവൊക്കെ കിട്ടും, 80, 120 എന്നൊക്കെ. ഹൈ പ്രഷർ, ലോ പ്രഷർ, നമ്മുടെ മാക്സിമം പ്രഷറും നമ്മുടെ മിനിമം പ്രഷറും ഒരു സേഫ് വാല്യൂ ഉണ്ടടാ. ആ സേഫ് വാല്യൂവിൽ അല്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമാടാ. സോ ഈ ഒരു ബ്ലഡ് പ്രഷർ അറ്റ്മോസ്ഫിയർ പ്രഷറായ ഈ സമയത്ത് ഞാൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് വാല്യൂ രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഓക്കെയാണ്. എന്നാൽ ഞാൻ ഹൈ പ്രഷർ ഏരിയയിൽ നിന്ന് ലോ പ്രഷർ ഏരിയയിലോട്ട് പോകുമ്പോൾ, അതായത് നമ്മുടെ ഹൈക്കിങ്, നമ്മുടെ സേട്ടന്മാർ എവിടുന്ന് എങ്ങോട്ടാണ് ഇവന്മാർ പോകുന്നത്? ഹൈ പ്രഷർ ഏരിയ ആയ സീ ലെവലിൽ നിന്നും ലോ പ്രഷർ ഏരിയയിലോട്ടല്ലടാ ഇവന്മാർ പോകുന്നത്. ഹൈ പ്രഷർ ആയ സീ ലെവലിൽ നിന്ന് ലോ പ്രഷർ ഏരിയയിലോട്ടാണ് എൻ്റെ ചേട്ടന്മാർ നടന്ന് നീങ്ങുന്നത്. അങ്ങനെ നീങ്ങുന്ന സമയത്ത് എന്ത് പറ്റുമെടാ? ഹൈ ആൾട്ടിറ്റ്യൂഡിൽ എന്ത് പറ്റുമെടാ? ഹൈ ആൾട്ടിറ്റ്യൂഡിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറവാടാ. അതുകൊണ്ട് ഈ പ്രഷർ കുറയുമെടാ. പ്രഷർ അങ്ങോട്ട് കുറയുമെടാ. പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറവാടാ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറഞ്ഞു. എന്നാൽ എൻ്റെ ബ്ലഡ് അങ്ങനെ ഇങ്ങനെയൊന്നും കുറയത്തില്ല. എൻ്റെ ബ്ലഡ് ആ സമയത്തും ആ പ്രഷർ തിരിച്ച് കൊടുത്തിരിക്കും. ദ ബ്ലഡ് വിൽ എക്സേർട്ട് സെയിം പ്രഷർ. അറ്റ് ദാറ്റ് ടൈം. ആ സമയത്തും എൻ്റെ ബ്ലഡിൻ്റെ പ്രഷർ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സ്ഥലം ഇങ്ങോട്ട് പുറത്തോട്ട്, അകത്തിൽ നിന്ന് ദ പ്രഷർ ഫ്രം ഇൻസൈഡ് ടു ഔട്ട്വേർഡ് ഓഫ് അവർ ബോഡി ഈസ് മോർ. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് അറിയോടാ? നമ്മുടെ നോസ്ട്രിലൊക്കെ
കുഞ്ഞു കുഞ്ഞു ഹോൾസ് ഇല്ലടാ, നമ്മുടെ ഹോൾസ്, നമ്മുടെ നോസിലൊക്കെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു സോഫ്റ്റ് ടിഷ്യൂ ഒക്കെ ഉള്ള കുഞ്ഞു കുഞ്ഞു ഗ്യാപ്സ് ഉണ്ടടാ. ഈ ഗ്യാപ്സിലൂടെ ഈ ഹൈ പ്രഷറിലുള്ള ബ്ലഡ് എന്ത് ചെയ്യാൻ തുടങ്ങുമടാ? ഇറ്റ് വിൽ സ്റ്റാർട്ട് ടു ഇജക്റ്റ്, നമ്മുടെ പുറത്തോട്ട് ബ്ലഡ് എമിറ്റ് ചെയ്യാൻ തുടങ്ങുമടാ. സോ ഇതാണ് റീസൺ. എൻ്റെ മക്കൾ പഠിക്കേണ്ട കാരണം ഹൈറ്റ് ഇൻക്രീസസ് അറ്റ് ഹയർ ആൾട്ടിറ്റ്യൂഡ്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ലോ. ഈ പോയിന്റ് എൻ്റെ മക്കൾ പഠിക്കും. ഹയർ ആൾട്ടിറ്റ്യൂഡിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ലോ ആയിരിക്കും. സോ നോസ് ബ്ലീഡിങ് ഒക്കെ കാരണമാടാ ഇത്. എന്താണ് അവിടെ ആരാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്? അവിടെ ഡോമിനേറ്റ് ചെയ്യുന്നത് ബ്ലഡ് പ്രഷർ ആയിരിക്കും. സോ ഈ ബ്ലഡ് പ്രഷർ ഡോമിനേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ എന്തുണ്ടാകുന്നത്? ഹൈ ആൾട്ടിറ്റ്യൂഡിൽ എന്തുണ്ടാകുന്നത്? ബ്ലഡ് നോസ് ബ്ലീഡിങ് ഉണ്ടാകുന്നത്. ബോധിച്ചോ? കൺസെപ്റ്റ് കിട്ടിയോ? പ്രഷറിൻ്റെ ഓരോരോ പ്രശ്നങ്ങളും മനസ്സിലായോ? പ്രശ്നം കണ്ടോ? മനസ്സിലായോ? ഒരാളൂടെ പഠിക്കാനുണ്ട്, ഒരാളെ കൂടി പഠിക്കാനുണ്ട്. ഈ ഒരു വ്യക്തിയും നമുക്ക് പരിചയമുള്ള ഒരാളാണ്, നമ്മുടെ വീട്ടുകളിൽ ഉള്ള ഒരു മഹാൻ തന്നെയാണിത്. ഈ ആളെ വിളിക്കുന്നത് ഇറ്റ് ഈസ് കോൾഡ് ആസ് റബ്ബർ സക്കർ. എന്താ ഇതിനെ വിളിക്കുന്ന പേരാണ്? ഫ്രീക്ക് പേരൊക്കെയാണ്. റബ്ബർ സക്കർ, റബ്ബർ സക്കർ എന്ന് നമ്മൾ വിളിക്കുന്ന ഈ ഒരു മനുഷ്യൻ, ഈ ഒരു കിടിലൻ മനുഷ്യനാണ്. ഇയാളെ അടിപൊളിയാണ്, ഇയാൾ സൂപ്പറാണ്. ഇയാളെ കൊണ്ട് എന്തൊക്കെ ഉപകാരങ്ങളാണ്. അത് അടുക്കളയിലൊക്കെ പോയി നോക്കുമ്പോൾ നമ്മുടെ മമ്മിമാർ എല്ലാവരൊക്കെ ഇതിങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ തൂക്കിയിട്ട് കണ്ടു, നല്ല സ്റ്റൈലനായിട്ട് നമ്മുടെ സ്പൂൺസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോ സ്ഥലത്തൊക്കെ ചിലപ്പോൾ തൂക്കിയിട്ട് കാണും. ഇതിനൊക്കെ ഇവൻ വേണമെടാ, ഇവൻ പവറാടാ. എങ്ങനെയാണ്? വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് വർക്കിംഗ് ഓഫ് റബ്ബർ സക്കർ? ഇത് നിങ്ങൾ പഠിക്കടാ. കടയിൽ നിന്ന് വാങ്ങി സ്റ്റിക്ക് ചെയ്യാൻ എല്ലാവർക്കും പറ്റും, എന്നാൽ അതിൻ്റെ കൺസെപ്റ്റൂടെ പഠിച്ചിരുന്നാലല്ലേടാ നമുക്കൊരു സന്തോഷമുള്ളൂ. റബ്ബർ സക്കർ, സാറ് ഒരു വാളിൽ റബ്ബർ സക്കർ ഫസ്റ്റ് കൊണ്ട് വെച്ചിരിക്കുകയാണ്. ഞാൻ റബ്ബർ സക്കർ വാങ്ങുന്നു, എൻ്റെ വാളിൽ കൊണ്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ടേ ഉള്ളൂ. സോ ആ സമയത്ത് ഓഫ് കോഴ്സ് നമുക്കറിയാം, ഏതൊരു ഒബ്ജക്റ്റ് ആണെങ്കിലും അറ്റ്മോസ്ഫിയറിക് പ്രഷർ വിൽ ആക്ട് ഓൺ ഇറ്റ്, റൈറ്റ്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ വിൽ ആക്ട് ഓൺ ഇറ്റ്. ഓൾസോ ഈ ഒരു പാർട്ട് കണ്ടോടാ, ഈ ഒരു പാർട്ട് ഇത് നോക്കല്ലേ. ഇനീഷ്യൽ കണ്ടീഷനിൽ എൻ്റെ വാള് റബ്ബർ സക്കർ. ഇഫ് ഐ ആം പ്ലേസിങ് ദ റബ്ബർ സക്കർ ലൈക്ക് ദിസ്, there will be this much of air inside the rubber sucker. Am I right or not? ഞാൻ ഇനീഷ്യലി എൻ്റെ റബ്ബർ സക്കറിനെ ഈ ഒരു കണ്ടീഷനിൽ പ്ലേസ് ചെയ്യുമ്പോൾ പുറത്ത് അറ്റ്മോസ്ഫിയർ പ്രഷർ ഉണ്ട്, ദാറ്റ് വി ഓൾറെഡി നോ, ബട്ട് ദർ വിൽ ബി എയർ മോളിക്യൂൾസ് ഇൻസൈഡ് ദ റബ്ബർ സക്കർ ഓൾസോ, റൈറ്റ്? ഇനി എന്താണ് നമ്മുടെ പരിപാടി? ഈ ഈ റബ്ബർ സക്കർ ഞാൻ വെച്ചിട്ട് പ്രസ് ചെയ്യും. ഐ വിൽ push the rubber sucker to the wall. So what is happening when I push the rubber sucker? Actually what's happening is the air inside the rubber sucker goes out through the spaces. So the air is forced out through the small tiny holes in between the walls and the rubber sucker. So do you know what will happen if the air is fully escaped from a place? That condition is called vacuum. So പഠിച്ചു വെച്ചോ എന്താണ് വാക്യൂം എന്ന് വെച്ചാൽ? if there is no air, that is called a vacuum. എയർ ഇല്ലെങ്കിൽ ആ പ്ലേസ് എന്തായിട്ട് അറിയപ്പെടും? വാക്യൂമാണ്. അങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ, വാക്യൂത്തിൽ പ്രഷർ ഉണ്ടോടാ? Is there any pressure acting on vacuum? No. പ്രഷർ വേണമെങ്കിൽ നമുക്ക് എന്ത് വേണം? If we need to get a pressure, we need air or anything or molecules. എന്തെങ്കിലും ഒരു മോളിക്യൂൾസ് മസ്റ്റായിട്ട് നമുക്ക് വേണം. എന്തിന്? പ്രഷർ എക്സേർട്ട് ചെയ്യാൻ. സോ ഇഫ് വാക്യൂം ബിൽഡ്സ് ഹിയർ, ഇഫ് വാക്യൂം ഈസ് ബിൽഡിങ് ഹിയർ, there will be no
പ്രഷർ. സോ ഇനീഷ്യൽ കണ്ടീഷനിൽ വാക്വം അല്ലാതെ എയർ ഉണ്ടായിരുന്ന സമയത്ത് അറ്റ്മോസ്ഫിയർ പ്രഷർ വിൽ ആക്ട് ഓൺ ദിസ് ഡയറക്ഷൻ, അറ്റ് ദ സെയിം ടൈം air will act here also. But if vacuum is there, if vacuum comes there, there will be no pressure acting from the vacuum. So which pressure will dominates in the sticking position? സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് പ്രഷർ ഡോമിനേറ്റ് ആകുമെടാ അവിടെ? ഞാൻ പറയും അറ്റ്മോസ്ഫിയർ പ്രഷർ വിൽ ഡോമിനേറ്റ്സ്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ വിൽ ഡോമിനേറ്റ്സ്. ദിസ് ഡോമിനേഷൻ ഇൻ ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ helps to hold the rubber sucker in the position. So this increase in the atmospheric pressure will help to hold the rubber sucker in the position. ശരിയല്ലേ? കാരണം അങ്ങോട്ട് മാത്രം the pressure is acting only in one direction. There is no reaction pressure from the other side. So പ്രഷർ, അറ്റ്മോസ്ഫിയർ പ്രഷർ അങ്ങോട്ട് തള്ളി പിടിച്ചുകൊണ്ടിരിക്കുമെടാ. ഓപ്പോസിറ്റായിട്ട് പ്രഷർ ഒന്നുമില്ല. ഇപ്പം മനസ്സിലായോ? നമ്മുടെ റബ്ബർ സക്കർ ഗ്ലൂവോ അങ്ങനെ എന്തെങ്കിലും ഗം എന്തെങ്കിലും വെച്ചിട്ടാണോ റബ്ബർ സക്കറെ നമ്മൾ വെക്കുന്നത്? അല്ല സാർ, അറ്റ്മോസ്ഫിയർ പ്രഷർ മാത്രം മതി. അറ്റ്മോസ്ഫിയറിക് പ്രഷർ മാത്രം മതി നമ്മൾക്ക് റബ്ബർ സക്കറിനെ വാളിൽ നമുക്ക് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. കൺസെപ്റ്റ് മനസ്സിലായോ? പക്ഷെ കുറേ കാലം കഴിഞ്ഞാൽ പയ്യെ ഇയാളൊന്ന് ലൂസാവാൻ തുടങ്ങൂടാ. അതിന് കാരണം എന്താടാ? അതെ, നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതനുസരിച്ചിട്ട് കുഞ്ഞു ഗ്യാപ്പൊക്കെ ചിലപ്പോൾ ഫോം ചെയ്യും. ആ ഗ്യാപ്പിലൂടെ വീണ്ടും പയ്യെ എയർ മോളിക്യൂൾസ് ബിഗാൻ ടു ഗോ ഇൻസൈഡ്. സോ ദാറ്റ് എയർ വിൽ exert little pressure. As the time proceeds, the air molecules will again get inside to the vacuum. So what happens when air comes to the vacuum? The vacuum gone. vacuum പോകും. vacuum ആവണമെങ്കിൽ അവിടെ എയർ ഉണ്ടാകരുത്. If there is a presence of air, we can say that the vacuum is lost. So what happens if the air came here, it will again start to apply pressure apply ചെയ്യാൻ തുടങ്ങും. അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രഷർ വന്ന് രണ്ട് സ്ഥലത്തൊന്നും ഒരു പിടിവലി, there will be war. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ഈ സ്റ്റിക്കിംഗ് പവർ will reduce. ഇതാ ഇവിടെ തീർന്നടാ. പ്രഷർ എന്നുള്ള എല്ലാ കൺസെപ്റ്റും ഇവിടെ തീർന്നടാ. അടുത്ത ഒരു കുഞ്ഞ് സെഷൻ കൂടെ നമ്മൾ ആഡ് ചെയ്യും. ഈ ഒരു കൺസെപ്റ്റിൽ, ഈ ഒരു വീഡിയോയിൽ പ്രഷറിൻ്റെ തിയറി ആയിട്ടുള്ള എല്ലാ കൺസെപ്റ്റും നമ്മൾ പഠിച്ചിരിക്കുന്നു, നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഇനി അങ്ങോട്ടുള്ള സെഷനിൽ കുറച്ച് ചോദ്യങ്ങളും എക്സാമ്പിളൊക്കെ ആയിരിക്കും. അത് അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എൻ്റെ മക്കൾ, ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ ആക്ടിവിറ്റിയൊക്കെ ഒന്ന് ചെയ്തു നോക്കിയായിരുന്നു. അത് ചെയ്തതിന് ശേഷം നിങ്ങൾ അടുത്തൊരു സെഷനിൽ നമ്മുടെ പ്രഷറിൻ്റെ NCERT സൊല്യൂഷൻസും നമ്മുടെ MCQs ഒക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ ഇവിടെ ഈ ഒരു വീഡിയോ നിങ്ങൾ പ്രഷറാടാ പ്രഷർ പഠിച്ച് കഴിഞ്ഞില്ലേടാ? എല്ലാവരും ഹാപ്പി അല്ലേടാ? നോട്ട്സൊക്കെ സെറ്റല്ലേ? ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കടാ. എന്നിട്ട് നമുക്ക് നോക്കാടാ. ലൈവിൽ വരുന്ന സമയത്ത് നിങ്ങളുടെ പെടപ്പെട്ടപ്പൻ ഡൗട്ട്സുകളൊക്കെ ഒന്ന് നോക്കട്ടേടാ. പഠിക്കടാ, ഹാപ്പി ആയിട്ടിരിക്കൂ. സോ പ്രഷർ എന്നുള്ള കൺസെപ്റ്റ് വളരെ കിടിലമായിട്ട് ഞാൻ മനസ്സിലാക്കി സാർ. ഇനി എനിക്ക് പ്രഷർ എന്നുള്ള കൺസെപ്റ്റിൽ ഒരു ഡൗട്ടുമില്ല എന്നുള്ള ഉറപ്പോടുകൂടി ഈ സെഷൻ നിങ്ങൾ അവസാനിപ്പിക്കടാ. ഞാനും പോകുന്നു. ഞാൻ പറഞ്ഞ പോലെ ഫോഴ്സ് പ്രഷറിൻ്റെ 2 സെഷനായിട്ട് ഫോഴ്സ് നമ്മൾ തീർത്തു, അടിപൊളിയായിട്ട് തീർത്തു. പ്രഷർ എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ ഇവിടെ തീർന്നു. ഇനി ഇതിൻ്റെ ഒരു വർക്കൗട്ട് സെഷൻ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. സോ വർക്കൗട്ട് സെഷനിൽ വരുന്നതിന് മുമ്പ് വളരെ ഹാപ്പി ആയിട്ട് എല്ലാം പഠിച്ച് അടിപൊളിയായിട്ട് വരൂ. സോ ഇനിയും നമുക്ക് കാണാം. നമ്മൾ ഈ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ.